മാധ്യമ സ്ഥാപനം തുടങ്ങിയത് ഒരുപക്ഷെ എൻ്റെ ഇനീഷ്യേറ്റീവിലായിരിക്കും. പക്ഷെ അത് ആത്യന്തികമായി എന്നിൽ തന്നെ നിന്ന് എന്നിൽ തന്നെ ഒടുങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ഇടപെടേണ്ട ഒരു സാഹചര്യം വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. ശക്തിയോടുകൂടിയുള്ള മടക്കമാണ് ഇനിയെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നൂതനമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. മാനേജ്മെന്റിനായിട്ട് ഒരു അജണ്ട ഇല്ല ഇവിടെ. ഇതൊരു ജേർണലിസ്റ്റിക് ചാനലാവണം. എല്ലാ വാർത്തയ്ക്കും ആ വാർത്ത ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട രാഷ്ട്രീയം. നമ്മളെല്ലാവർക്കും ഒരുമിപ്പിക്കുന്ന ഒരു ഘടകം എന്നുള്ളത് നമ്മൾ സെക്യുലർ ആയിട്ട് തന്നെയായിരിക്കും നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് എല്ലാ മാധ്യമങ്ങളും ചെയ്യാനാണെങ്കിൽ 1ഉം 2ഉം സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് എന്തിന് ഞാൻ 8ാം സ്ഥാനത്തുള്ള സ്ഥാപനത്തിലേക്ക് വരണം? ഈ സ്ഥാപനത്തിൽ മുൻപും ഞാൻ ജോലി ചെയ്തതാണ്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ പരീക്ഷണങ്ങളൊക്കെ തന്നെയും ഏറ്റവും ലോകത്ത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടെക്നോളജിയാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഏറ്റവും പുതിയതായിട്ട് വരുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ചാനൽ എന്ന് വേണം എനിക്കിപ്പോൾ പറയാം. ഇതിനപ്പുറം എൻ്റെ ചാനൽ എൻ്റെ അടുത്ത് ഇന്ത്യയിൽ വന്നിട്ടില്ല, തൊട്ടടുത്ത് ഏഷ്യയിലും വന്നിട്ടില്ല. ഓപ്പൺ ടു ഓൾ പാർട്ടീസ് ബട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ നൺ. എൻ്റെ ജന്മം മുതൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്. അത് റിപ്പോർട്ടർ ടി വിയിൽ 2016 മുതലുണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എൻ്റെ രാഷ്ട്രീയം. ഞാൻ ഒരു CPIM-ൻ്റെ അതിഥി എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ആ അതിഥിയോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാതിരിക്കുകയാണ് എങ്കിൽ അതെൻ്റെ പരാജയമാണ് എന്ന നല്ല ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ അനുകൂലമാണോ, കോൺഗ്രസിന് അനുകൂലമാണോ, CPM-ന് അനുകൂലമാണോ, CPI-ൽ മത്സരിച്ചവരല്ലേ ഇവർ? ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി ഈ സ്ഥാപനം എന്ന് എഡിറ്റോറിയൽ ബോർഡ് കൂടാൻ തീരുമാനിച്ചോ അന്നെടുത്ത തീരുമാനമാണ്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഒരു ചാനലിന്, ആ ചാനലിന്റെ മാനേജ്മെന്റിന്, ആ ചാനലിന്റെ മാനേജിംഗ് എഡിറ്റർക്ക് ഇതേപോലെ ക്യാമറയിൽ നോക്കി പറയാൻ കഴിയുമോ ഞങ്ങൾ രാഷ്ട്രീയം പറയും എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ എന്നുള്ളതാണ്. റിപ്പോർട്ടറിൻ്റെ ഈ ബോർഡിൽ നിന്നുള്ള പല ചർച്ചകളും ഞാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ മൂലധനമായി ജനങ്ങളെ കാണുന്നു, അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സാമൂഹ്യ പ്രവർത്തനമായി കാണുന്നു. ആ സാമൂഹ്യ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്നത് മതേതരമായ കാഴ്ചപ്പാടുകളായിരിക്കും. അപ്പോൾ പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കോ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് മറ്റ് സാധ്യതകളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും പേർ നിൽക്കുന്ന അവരെല്ലാം കൂടി നിങ്ങളെ അങ്ങ് ഒതുക്കില്ലേ? ഒരിക്കൽ പോലും റിപ്പോർട്ടർ TV-യുടെ ചാനലിലോ വെബ്സൈറ്റിലോ പ്രമുഖൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരില്ല. അതിൻ്റെ കൂടെ ആ പേരും ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് വലിയ അധികാരങ്ങളുള്ള ഒരു വിഭാഗമൊന്നുമല്ല നമ്മൾ. അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം നമുക്കിടയിൽ തന്നെയുണ്ട്. നമ്മുടെ രാജ്യത്തെ മാധ്യമ സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്ത് ഒരു ചാനൽ പുതിയ രൂപത്തിൽ രംഗപ്രവേശം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ചർച്ചയാവും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമരംഗത്തും മാധ്യമ മേഖലയെ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്ന പ്രേക്ഷകർക്കിടയിലും വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. അത് റിപ്പോർട്ടർ എന്ന ടെലിവിഷൻ ചാനലിൻ്റെ പുതിയ വരവിനെക്കുറിച്ചാണ്. സ്വാഭാവികമായും എന്ത് മാറ്റമാണ് ഈ പുതിയ വാർത്താമാധ്യമം കേരളത്തിൽ സൃഷ്ടിക്കുക? എന്തായിരിക്കും റിപ്പോർട്ടറിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നിലപാടുകൾ, വാർത്താ സമീപനം? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പുതിയ മാധ്യമം? ഇങ്ങനെ ഒട്ടേറെ ചർച്ചകൾ ഇതിനോടകം തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെ സജീവമായി നടക്കുന്നുണ്ട്. അത് നമ്മുടെ മാധ്യമ സാക്ഷരതയുടെ ഒരു സൂചനയും പുരോഗമനപരമായൊരു കാര്യവുമാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് റിപ്പോർട്ടർ ടെലിവിഷൻ്റെ എഡിറ്റോറിയൽ ബോർഡ് മനസ്സിലാക്കുന്നു. അത് ഞങ്ങളുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് എന്ന് കരുതുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിലെല്ലാം വ്യക്തമായ വിശദീകരണം പ്രേക്ഷകരുമായി സംവദിക്കുന്നതിനാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സംഭവം. ഒരു ചാനലോ ഒരു പത്രമോ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ വായനക്കാരനോടോ പ്രേക്ഷകരോടോ ഒരിക്കലും ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഞങ്ങളുടെ നിലപാട് ഇതൊക്കെയാണ് എന്ന് ഇതുവരെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാനാണ് റിപ്പോർട്ടർ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ എന്തായിരിക്കും, ഞങ്ങൾ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള അതാര്യതയുമില്ലാതെ സുതാര്യമായൊരു മാധ്യമ പ്രവർത്തനം കാഴ്ചവെക്കണം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലെ മുഴുവൻ അംഗങ്ങളും എന്നാണ് അർത്ഥം. ഈ വിശദീകരണ പരിപാടിയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത്
ഈ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ശ്രീ ആൻഡോ അഗസ്റ്റിൻ, നെറ്റ്വർക്കിൻ്റെ പ്രസിഡൻ്റായ ശ്രീ അനിൽ ഐരൂർ, ചാനലിൻ്റെ ചീഫ് എഡിറ്ററായ ശ്രീ എം വി നികേഷ് കുമാർ, കൺസൾട്ടിംഗ് എഡിറ്ററായ ഡോക്ടർ അരുൺകുമാർ, എക്സിക്യൂട്ടീവ് എഡിറ്ററായ ശ്രീമതി സ്മൃതി പരുത്തിക്കാട്, കോർഡിനേറ്റിംഗ് എഡിറ്ററായ സുജയ പാർവതി എന്നിവരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരുത്തുക എന്നതാണ് ഈ സംഭാഷണത്തിൻ്റെ ഉദ്ദേശം. അതിൻ്റെ തുടക്കം നിലയ്ക്ക് ഒരു ചോദ്യം റിപ്പോർട്ടർ ടി വിയുടെ ചീഫ് എഡിറ്ററിൽ നിന്ന് ആരംഭിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നികേഷ്, ഇപ്പോൾ ഞാൻ ഈ നേരത്തെ വിശദീകരിച്ചതുപോലെ ഒരു മാധ്യമം വരുമ്പോൾ സ്വാഭാവികമായും ഒട്ടേറെ ആശങ്കകൾ അതേ സംബന്ധിച്ചുണ്ട്. എന്തായിരിക്കും നമ്മുടെ വാർത്താ നിലപാട്? നമുക്കൊരു സവിശേഷമായ പ്രത്യേകമായ രാഷ്ട്രീയമുണ്ടോ? നമ്മുടെ വാർത്താ സമീപനം എന്തായിരിക്കും? ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് എഡിറ്റോറിയൽ ബോർഡിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ആദ്യം നികേഷിന് വ്യക്തമാക്കാനുള്ളത്? അതിനു മുമ്പ് ഉണ്ണി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മാധ്യമ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് മലയാള ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാണ് ഞാനും ഉണ്ണിയും. ഈ എഡിറ്റോറിയൽ ബോർഡിലിരിക്കുന്ന ആളുകളെല്ലാം തന്നെയും നമ്മൾ നിരവധി തവണയായി നിരവധി ഘട്ടങ്ങളിൽ ലോകത്തെ മുഴുവൻ മാധ്യമങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതും പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഇറാഖ് യുദ്ധ കാലഘട്ടത്തിൽ തന്നെ എംബഡഡ് ജേർണലിസത്തിനെ കുറിച്ചും ഒക്കെ ആഗോള മാധ്യമങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് 1992 ഉദാരവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ കോർപ്പറേറ്റ് ഒളിഗാർക്കി എന്ന് പറയുന്ന എങ്ങനെയാണ് മാധ്യമങ്ങൾ ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമാകുന്നത്, പിന്നീട് ഗവൺമെൻറ്റുമായി എങ്ങനെയാണ് അവർ സംവദിക്കാൻ ഈ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രാദേശിക മാധ്യമം ഉണ്ടായിട്ടുള്ള, ഒരുപക്ഷെ ദൂരദർശനപ്പുറത്തേക്കുള്ള ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ്. അതേപോലെ തന്നെ ഒരു വാർത്താ ടെലിവിഷൻ ഒരു ന്യൂസ് ചാനലിൻ്റെ ആവിർഭാവം വളരെ വേഗത്തിലുണ്ടായിട്ടുള്ള കാലഘട്ടമാണ്, സംസ്ഥാനമാണ്. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മാധ്യമം, ഉണ്ണി അല്പം മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു പുതിയ മാധ്യമം വരുമ്പോൾ അതിൻ്റെ നയം വ്യക്തമാക്കപ്പെടണം എന്നുള്ളത് ഒരുപക്ഷെ പുതുമയുള്ള കാര്യമാണെങ്കിൽ പോലും ജനങ്ങൾ അവശ്യം നമ്മളോട് നമ്മൾ അറിഞ്ഞും അറിയാതെയും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ചെയ്തേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ സഹപ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാർ അതേക്കുറിച്ച് കൂടുതൽ വിശദമാക്കും. എങ്കിൽ പോലും ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഉറച്ചു നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യകതയാണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത രീതിയിലുള്ള വളരെ അഗ്രസീവായിട്ടുള്ള ജേർണലിസത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എല്ലാം തന്നെ. ഉണ്ണിയായാലും നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെയും ആ അഗ്രസീവായിട്ടുള്ള ഒരു മാധ്യമ കാഴ്ചപ്പാടുമായി റിപ്പോർട്ടർ ടി വിയുടെ ഈ മടങ്ങിവരവ് അതിന് സഹായിക്കുമെന്ന് കരുതുന്ന ആളാണ് ഞാൻ. എന്നുവെച്ചാൽ ഒരു ജേർണലിസ്റ്റിന് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യാനാകും എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പല ഘട്ടങ്ങളിലും പരീക്ഷിച്ചിട്ടുണ്ട്. അത് റിപ്പോർട്ടർ ടി വിയിലും നമ്മൾ ആ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ശക്തിയോടുകൂടിയുള്ള മടക്കമാണ് ഇനിയെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആളുകളുമായി സംവദിക്കാൻ ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്ന ഒരു ടെലിവിഷൻ ചാനലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ മുതൽ മുടക്കിലാണ് നമ്മുടെ നാട്ടിൽ ടെലിവിഷൻ ചാനലുകൾ തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് ആളുകളുമായി സംവദിക്കാൻ കൂടുതൽ സങ്കേതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിലേക്ക് പിന്നെ കൂടുതൽ കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഇത് 2011 തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ HD ഫ്ലോയിലാണ് അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. ഏറ്റവും മികച്ച സ്റ്റുഡിയോയിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അത് കാലാനുസൃതമായി അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ നിലയിൽ ഇപ്പോൾ 2023 നമ്മൾ റീലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നൂതനമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകനുമായിട്ട് ഏറ്റവും വേഗത്തിൽ പ്രേക്ഷകനുമായിട്ട് സംവദിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. എഡിറ്റോറിയൽ കാര്യങ്ങളുടെയും അതിൻ്റെ ഒരു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, എഡിറ്റോറിയൽ ബോർഡിനുണ്ട്. അരുൺ, ഞാനിതിനെ കാണുന്നത് ഈ വർത്തമാനകാലത്തിൽ എങ്ങനെയാണ് റിപ്പോർട്ടർ ടി വി അടയാളപ്പെടുത്തേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ 1985 ദൂരദർശൻ മലയാളം പ്രേക്ഷകരിലേക്ക് വരുമ്പോൾ അതിലാദ്യം പ്ലേ ചെയ്ത ഒരു
വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് രംഗപ്രഭാത് അവതരിപ്പിച്ച ഒരു നാടകമായിരുന്നു, ഒരു ചെറിയ സ്കിറ്റായിരുന്നു. ഒരു കൂട്ടം ഉറുമ്പുകൾ എന്നായിരുന്നു പേര്. പിന്നീട് ആ ഒരു കൂട്ടം ഉറുമ്പുകളുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഈ ടെലിവിഷൻ മാധ്യമത്തിലും മനുഷ്യർ സംസാരിക്കുന്ന എല്ലായിടങ്ങളിലും ഒരു പ്രധാനപ്പെട്ട രൂപകമായി തീർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഉറുമ്പുകൾ സംവേദിക്കുന്നത്, അവരെങ്ങനെയാണ് ഉറുമ്പുകൾ ഒരു സമൂഹം എന്ന നിലയിൽ ജീവിക്കാൻ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്? അത് ജൈവികമായൊരു കമ്മ്യൂണിക്കേഷനാണ്. ജനാധിപത്യത്തിന് ഉറുമ്പുകളെ പോലെ തന്നെ വളരെ കൃത്യമായി ദിശാബോധം നൽകേണ്ട ഒരു പില്ലർ ആവശ്യമുണ്ട് എന്നത് വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന നമ്മളുടെ ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകമെമ്പാടും ജനാധിപത്യത്തിൻ്റെ തോതിനെ തന്നെ രേഖപ്പെടുത്തുന്നത് മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 161 സ്ഥാനത്താണ് എന്ന് ഓർമ്മിക്കണം. മൊത്തത്തിൽ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് നിൽക്കുമ്പോൾ പല കണക്കുകളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ കണക്കുണ്ടാവാം. പക്ഷേ കണക്കുകളെല്ലാം നമ്മളോട് സൂചിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തനം പണ്ടത്തെ പോലെ അത്ര വളരെ എളുപ്പം സാധ്യമാവുന്നതല്ല. പണ്ട് എളുപ്പം സാധ്യമാവുന്നു എന്ന് ഉദ്ദേശിച്ചത് ഭരണകൂടം മാധ്യമങ്ങളെ കണ്ടിരുന്നത് ജനാധിപത്യത്തിൻ്റെ സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട ഉപകരണം എന്ന നിലയിൽ കൂടിയാണ്. ചില സമയങ്ങളിലൊക്കെ അടിയന്തരാവസ്ഥക്കാലം ഒഴിച്ചു നിർത്തുന്ന ചില സാഹചര്യങ്ങളിലൊക്കെ അതിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നു. ഭരണകൂടവുമായിട്ടും പ്രതിപക്ഷവുമായിട്ടും ഒരു സ്വതന്ത്രമായ സ്പേസ് അതിന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ മാറുന്ന ഒരു ലോക സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ രാഷ്ട്രീയ പ്രവർത്തനം ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയോ മാത്രം പിന്നിൽ അണിനിരക്കേണ്ട ഒരു സേനയല്ല മാധ്യമപ്രവർത്തകർ എന്നതാണ് ഞാനിതിനെ കാണുന്നത്. മാധ്യമപ്രവർത്തകർക്ക് ഒരു ആക്ടിവിസം എന്നുള്ളത് വളരെയധികം ഡിമാൻഡ് ചെയ്യുന്നൊരവസ്ഥയിലാണ്. ഇതിന് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം. പ്രേക്ഷകർക്ക് നമ്മുടെ എഡിറ്റോറിയൽ ബോർഡിൽ തന്നെ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം. ഞാനതിനെ കാണാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ഒരു മാധ്യമപ്രവർത്തകന് ഇടപെടേണ്ട ഒരു സാഹചര്യം വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. ആ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇടപെടുക? ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 പ്രകാരം നിങ്ങൾക്ക് സാധാരണ പൗരനുള്ള അവകാശം മാത്രമേ എനിക്കും നികേഷിനും ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ ഉള്ളൂ. അതിനും അപ്പുറത്തേക്കുള്ള ഒരു അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് കൽപ്പിച്ചു നൽകുന്നില്ല. പക്ഷേ ആ അവകാശത്തെ പോലും ചില്ലിംഗ് ഇഫക്റ്റ് എന്ന് സുപ്രീം കോടതി സൂചിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിയന്ത്രിക്കപ്പെടുന്നൊരു സംവിധാനം ഉണ്ടാവുന്നുണ്ട്. അതിനെതിരെ മാധ്യമങ്ങൾ അണിനിരക്കുന്നുണ്ട്. പക്ഷേ അതിന് എതിരെ അണിനിരക്കുന്നതിനോടൊപ്പം തന്നെ മാധ്യമങ്ങൾ അവരുടേതായ ഒരു സ്പേസ് കണ്ടെത്തേണ്ട ഒരിടമുണ്ട്. നേരത്തെ നികേഷ് സൂചിപ്പിച്ച ഈ കോർപ്പറേറ്റ് ഒളിഗാർക്കി തുടങ്ങിയ ആശയങ്ങൾ, പിന്നീട് മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്ന ആശയത്തിൽ നോം ചോംസ്കി പറഞ്ഞ ഈ വ്യാജ സമ്മതിയെ നിർമ്മിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഫിൽട്ടറുകളിലൂടെ മാധ്യമങ്ങൾ വാർത്തയെ കടത്തിവിടുന്നത്, ഈ ആശയങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് വർത്തമാനകാലത്ത് സ്വതന്ത്രമായൊരിടം കണ്ടെത്താൻ എന്താ വഴി? അത് കേവലം ഒരു പാസീവ് റിപ്പോർട്ടിംഗ് മാത്രമാണോ? നീതിയുടെയും അനീതിയുടെയും വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എഡിറ്റോറിയൽ ടേബിളുകളിലേക്ക് എത്തുമ്പോൾ അതിനെ കൃത്യം തൂക്കമൊപ്പിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതല്ല മാധ്യമപ്രവർത്തനം. പകരം അവിടെ ഒരു പക്ഷം പിടിക്കൽ ആവശ്യമാണ്. പക്ഷേ ആ പക്ഷം പിടിക്കലിന് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? നമ്മളുടെ ബോധ്യങ്ങളാണ്. മാധ്യമങ്ങൾ കേരള സമൂഹത്തിൽ എന്താണ് നടത്തിയത്? ഒരു ആധുനികവൽക്കരണ പ്രക്രിയ നടത്തിയിട്ടുണ്ട്, മോഡേണൈസ് ചെയ്തിട്ടുണ്ട് കേരള സമൂഹത്തെ. ഇന്ദുലേഖ പത്രം വായിക്കുമ്പോൾ ആധുനികവൽക്കരിക്കപ്പെട്ട പെൺകുട്ടിയായിട്ടാണ് ചന്തുമേനോൻ അതിൽ അവതരിപ്പിക്കുന്നത്. പത്രം വായിക്കുന്ന പെൺകുട്ടി ആധുനികവൽക്കരിക്കപ്പെട്ട പെൺകുട്ടിയാണ്. ഒരു മോഡേണൈസിങ് എഞ്ചിനാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ. അങ്ങനെ മോഡേണൈസിങ് എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ നമ്മളെ ആധുനികവൽക്കരിക്കുന്ന ഉദ്യമത്തിൽ നിന്ന് മാധ്യമങ്ങൾ പിന്നോട്ട് പോകുമ്പോഴാണ് റിപ്പോർട്ടർ എന്ന ചാനൽ അതിൻ്റെ വർത്തമാനകാലത്തിൽ അവരുടെ അടയാളപ്പെടുത്തലായി മാറേണ്ടത്. നമുക്ക് സാധാരണ വാർത്തകൾ കൊടുക്കാൻ നിരവധി ചാനലുകളുണ്ട്, 8ഓളം ചാനലുകൾ നമുക്കുണ്ട്. നമ്മുടെ മാധ്യമ സാക്ഷരതയെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുണ്ട്. അവയൊക്കെ വാർത്തയെ ഒരു കമ്മോഡിറ്റി എന്ന നിലയിലോ വാർത്തയെ കാലങ്ങളായി കണ്ടുവരുന്ന രീതിയിലോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഇടപെടൽ വാർത്തയെ ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ സമീപിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. വസ്തുതകൾ, അവിടെയാണ് നമ്മുടെ ടാഗ് ലൈൻ പ്രസക്തമാകുന്നത് നികേഷ്. ഫോർ എസ് ഫാക്ട് മാറ്റേഴ്സ്. വസ്തുതകളാണ് നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളത്. പക്ഷേ വസ്തുതകൾക്കൊരു സ്വതന്ത്ര അസ്തിത്വമില്ല. വസ്തുതകൾ പ്രവർത്തിക്കുന്നത് അതാത് കോണ്ടെക്സ്റ്റിലാണ്. ആ കോണ്ടെക്സ്റ്റിനെ മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ ഈ എഡിറ്റോറിയൽ റൂമിൻ്റെ രാഷ്ട്രീയ ജേർണലിസ്റ്റിക് ബോധ്യം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ വസ്തുതകളെ നിരന്തരം ആവർത്തിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ആ വസ്തുതകൾക്ക് പിന്നാലെയാണ് നമ്മൾ, നിങ്ങൾക്കൊപ്പം വസ്തുതകൾ നിങ്ങളിലേക്ക് നൽകാൻ ഞങ്ങളുണ്ട് എന്ന് പ്രേക്ഷകർക്കൊപ്പം പറയലാണ് റിപ്പോർട്ടറിൻ്റെ ടാഗ് ലൈൻ സൂചിപ്പിക്കുന്നത്. നമുക്ക് 3 ടാഗ് ലൈനേ ഉള്ളൂ. നമ്മുടെ എഡിറ്റോറിയൽ പോളിസി വളരെ ക്ലിയർ ആണ്. ഒന്ന്, നമ്മൾ വസ്തുതകൾക്കൊപ്പമാണ്, ഫോർ എസ് ഫാക്ട് മാറ്റേഴ്സ്. നമ്പർ 2, നമ്മൾ പറയുന്നതിനൊരു ഉത്തരവാദിത്വം ഉണ്ടാവും.
ആ ഉത്തരവാദിത്വം എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച ഒരു കോണ്ടെക്സ്റ്റിൽ രൂപപ്പെട്ടിരിക്കുന്ന നമ്മളുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ. ആ രാഷ്ട്രീയ ബോധ്യം ഏതെങ്കിലും പാർട്ടിയുടെയോ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ ബോധ്യങ്ങളല്ല, ആധുനികതയുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ. മനുഷ്യനെ പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യനെ ഒരു മികച്ച സാമൂഹ്യ ജീവിയായി പരിണമിക്കാൻ ഉദ്ദേശിക്കുന്ന ആധുനികതയുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ. ആ രാഷ്ട്രീയ ബോധ്യത്തിലാണ് നമ്മളുടെ കോണ്ടെക്സ്റ്റിലെ നമ്മളുടെ പ്രവർത്തനം ഉണ്ടാകുന്നത്. അതാണ് ഉത്തരവാദിത്വമായി മാറുന്നത്. നമ്മൾക്ക് പറയുന്നതിൽ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് ആദ്യത്തേത്. പറയാനും ഉത്തരവാദിത്വമുണ്ട്, പറയേണ്ടതുണ്ട്, സമൂഹത്തിൽ ചിലത് പറയേണ്ടതുണ്ട്. മൂന്നാമത്തെ നമ്മളുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ, ഒരു ആക്ടിവിസ്റ്റ് എന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നുള്ളതാണ്. ഞാൻ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും മനോഹരമായ നിർവചനങ്ങളിലൊന്ന് ഴാങ് റാൻസിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ചിന്തകൻ്റെ നിർവചനമാണ്. ഒറ്റ വാചകമാണിത്, ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ വാചകം. എന്താണ്? നിങ്ങൾ കാണാതെ പോയ മനുഷ്യരെ കാണിച്ചു കൊടുക്കുക, ദൃശ്യവൽക്കരിക്കുക എന്നുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുക, കേൾക്കാത്ത ശബ്ദങ്ങളെ നിങ്ങൾ കേൾപ്പിക്കുക. അവരുടെ ശബ്ദമായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നീതിയുടെ പക്ഷമായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതെങ്ങനെയാണ് സാധിക്കുക? വസ്തുതകളെ ആവർത്തിച്ചുറപ്പിച്ച് തേടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അത് നമ്മൾ കൃത്യമായും ചെയ്താൽ നമുക്കൊരിടമുണ്ട് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ. കാര്യം പ്രേക്ഷകർ ഡിമാൻഡ് ചെയ്യുന്നത് വർത്തമാന ഘട്ടത്തിൽ വസ്തുതകളാണ്. ഒരു സത്യാനന്തര കാലം എന്നൊക്കെ നമ്മൾ പറയുന്ന കാലത്തിനോടുള്ള നമ്മളുടെ ചെറുത്തുനിൽപ്പ് എന്നുള്ളത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഒരുപക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതൊരു പക്ഷേ തള്ളായി അവർ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ചാനലുകളും അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ കൃത്യമായ ഉറപ്പുള്ളൊരു ബോധ്യമാണ്. നമ്മൾ ആരെയും ഭയക്കുന്നില്ല. കാരണം വസ്തുതകളാണ് നമ്മളുടെ നട്ടല്, വസ്തുതകളാണ് നമ്മുടെ ശബ്ദത്തിന് കരുത്ത് കൊടുക്കുന്നത്. ആ കരുത്തിലാണ് ഈ 3 ടാഗിലൈൻ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഫോർ അസ് ഫാക്ട് മാറ്റേഴ്സ്, നമ്പർ 2 പറയുന്നതിൽ ഉത്തരവാദിത്വമുണ്ട്, ആൻഡ് നമ്പർ 3 ഫൈറ്റ് ഫോർ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ചാനലിൻ്റെ ഒരു സ്ലോഗൻ. ആൻഡ്രു, 2011 തുടങ്ങിയ റിപ്പോർട്ടർ TV 2023 എത്തി നിൽക്കുമ്പോൾ നികേഷ് പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്തിന് എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കുകയാണ്. ഇന്നത്തെ കാലത്തിന് എങ്ങനെ ജനങ്ങളിലേക്ക് ന്യൂസ് എത്തണം എന്നുള്ളത് കറക്റ്റായിട്ടുള്ള കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഓരോ ജനങ്ങളുടെയും മനസ്സിലുണ്ട്. അത് ഇന്നത്തെ മാധ്യമങ്ങൾ എത്ര ശതമാനം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ ഒരു സംശയമാണ് ഇന്ന് ഈ റിപ്പോർട്ടർ TV ഏറ്റെടുത്ത് ഇന്നത്തെ ഏറ്റവും നല്ല ടെക്നോളജിയിൽ ഏറ്റവും നല്ല നമ്മുടെ മാധ്യമപ്രവർത്തകരോട് കൂടിയിട്ട് ഈ സ്ഥാപനം തുടങ്ങാൻ പോകുന്നത്. കാരണം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിൽ വന്ന് 2011 മുതൽ ഞാൻ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷേ 2011 മുടങ്ങി 2023 വരെ എത്തുമ്പോൾ ഈ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് എന്ത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ആശയമാണ് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ TV എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ റിപ്പോർട്ടർ TVയിൽ 8ാമത് നിൽക്കുന്ന ന്യൂസ് ചാനലുകളിൽ ഒരെണ്ണം, 8ാമതായി 1ാമത് തുടങ്ങി 8ാമത് വരെ നിൽക്കുമ്പോൾ 1ാമത്തെ മാധ്യമ സ്ഥാപനത്തിൽ നിന്നും 2ാമത്തെ മാധ്യമ സ്ഥാപനത്തിൽ നിന്നും 3ാമത്തെ മാധ്യമ സ്ഥാപനത്തിൽ നിന്നും 8ാമത്തെ മാധ്യമ സ്ഥാപനത്തിലേക്ക് ജേർണലിസ്റ്റുകൾ വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് വേണം. അതിനെക്കുറിച്ച് അവരെന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം നമ്മളെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ടർ TVയിലേക്ക് വന്നിരിക്കുന്ന ഓരോ ജേർണലിസ്റ്റും ഉണ്ടോ. ഏകദേശം 400-ലധികം വരുന്ന ഈ റിപ്പോർട്ടർ TVയുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് മുൻനിര മാധ്യമങ്ങളിൽ നിന്ന് വന്നവരാണ്. ഈ മുൻനിര മാധ്യമങ്ങളിൽ നിന്ന് വന്നവരെന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ്. 10 വർഷവും 15 വർഷവും 20 വർഷവും എക്സ്പീരിയൻസ് ഉള്ളവർ ഈ റിപ്പോർട്ടർ TVയിലേക്ക് വരുമ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള ബോധ്യമുണ്ട് റിപ്പോർട്ടർ TV എന്താണ് എന്നുള്ളത്. അതിൽപോലെ തന്നെ ഈ പറയുന്ന നികേഷ് സാറ് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2011 HT ബാക്കപ്പോട് കൂടി തുടങ്ങിയ സ്ഥാപനം 2023 ആകുമ്പോൾ അത് അപ്രത്യക്ഷമായി. ഇപ്പോൾ വേണ്ടത് എന്താണ്? ഇപ്പോൾ AR, VR, XR മുതലായ ന്യൂ ടെക്നോളജികളോട് കൂടിയിട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജി, ഏറ്റവും വലിയ സ്റ്റാഫ് സ്ട്രെങ്ത്, അതുപോലെ തന്നെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്നുള്ള ലെവലിലേക്കാണ് ഈ സ്ഥാപനം പോകുന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ മെയിൻ മാധ്യമ രംഗത്തു നിന്നും ഓരോരുത്തർ വരുമ്പോൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, സാർ ഇത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിപ്പോർട്ടർ TV നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ മൂലധന നിക്ഷേപം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അജണ്ടകൾ ഉണ്ടാകില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് മാനേജ്മെൻറ്റിനായിട്ട് ഒരു അജണ്ട ഇല്ല ഇവിടെ. ഇതൊരു ജേർണലിസ്റ്റിക് ചാനലാവണം. ഈ ജേർണലിസ്റ്റിക് ചാനലാവണമെങ്കിൽ എന്താണ്? മുതിർന്ന തൻ്റെ ഇടമുള്ള പ്രാപ്തിയുള്ള ജേർണലിസ്റ്റുകൾ ഈ സ്ഥാപനത്തിലേക്ക് വരണം. അങ്ങനെ വന്നവരാണ് ഇവിടെയുള്ള ഈ പറയുന്ന 300-400 വരുന്ന ഒരു വലിയ സ്ട്രെങ്ത്ത്. ആ സ്ട്രെങ്തോടുകൂടി ഇപ്പോഴുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകാൻ കഴിയുമെന്ന് എനിക്കും ഈ എഡിറ്റോറിയൽ ബോർഡിനും ഉറപ്പുണ്ട്
എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പറയുന്ന എല്ലാവിധ സംവിധാനങ്ങളെയും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മൂലധന നിക്ഷേപങ്ങളും എല്ലാം കൂടി കോർത്തിണക്കി ഒരു ചരടിലെ പിന്നെ മാല പോലെ ഇങ്ങനെ നമ്മൾ കോർത്തിണക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വലുതായിരിക്കും. ആ റിസൾട്ടിൽ എനിക്ക് ഇപ്പോഴും ഈ സ്ഥാപനം തുടങ്ങുമ്പോഴും ഈ സ്ഥാപനത്തിൽ ഡിസ്കഷൻ നടക്കുമ്പോഴും എനിക്ക് ഒരു സംശയമില്ല ഈ സ്ഥാപനത്തിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ഒരു സംശയമില്ല. അപ്പോൾ ആ ലെവലിൽ വരുമ്പോൾ ഞാൻ കാണുന്നത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അരുൺ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഫാക്റ്റ് മാറ്റേഴ്സാണ്. ഈ ഫാക്റ്റ് മാറ്റേഴ്സ് എന്താ, ജനങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ള എന്താണ് ആ സത്യസന്ധമായ വാർത്ത 100% ഈ റിപ്പോർട്ടർ TV ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അങ്ങനെയുള്ള എല്ലാവിധ സപ്പോർട്ടുകൾ, എല്ലാവിധ ടെക്നോളജി, എല്ലാവിധ സ്റ്റാഫ്, എല്ലാവിധ ബ്യൂറോസ്, യൂണിറ്റുകൾ, അങ്ങനെ വലിയൊരു സ്ട്രെങ്ത്താണ് ഇപ്പോൾ റിപ്പോർട്ടർ TVയിലുള്ളത്. അങ്ങനെ ആ ലെവലിൽ ഞാൻ നോക്കുമ്പോൾ ബിസിനസ് ആംഗിളിലായാലും ഇത് ശരിക്കും സാധാരണ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാധ്യമം ബിസിനസ്സാണോ എന്നുള്ളതാണ്. മാധ്യമം ബിസിനസ്സാണോ എന്ന് ചോദിക്കുമ്പോൾ മാധ്യമം ബിസിനസ് അല്ല എന്ന് പറയാൻ ഞാനാളല്ല. മാധ്യമം ബിസിനസ്സാണ്. പക്ഷേ മാധ്യമ പ്രവർത്തനം ബിസിനസ്സാണെന്ന് ചോദിച്ചാൽ മാധ്യമ പ്രവർത്തനം ബിസിനസ്സല്ല. മാധ്യമ പ്രവർത്തനം ഒരിക്കലും ബിസിനസ്സായിട്ട് ഞാനൊട്ട് കണ്ടിട്ടുമില്ല. പക്ഷേ മാധ്യമ സ്ഥാപനം ലാഭം ഉണ്ടാക്കുന്നുണ്ടോ, ലാഭം ഉണ്ടാക്കണ്ടേ എന്ന് ചോദിച്ചാൽ ലാഭം ഉണ്ടാക്കണം. ഒന്നാമത്തെ മുൻനിരയിലുള്ള അല്ലെങ്കിൽ ഒന്നാമത് നിൽക്കുന്നതും രണ്ടാമത് നിൽക്കുന്നതും മൂന്നാമത് നിൽക്കുന്നതുമായ മാധ്യമ സ്ഥാപനങ്ങൾ ലാഭം ഉണ്ടാക്കുകയും അതിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റിലാകുകയും ചെയ്യുമ്പോൾ എനിക്ക് ആ ലെവലിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് അത് ഈസിയാണ്. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കും ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്കും ഞാൻ കാണുന്നത് മാധ്യമ പ്രവർത്തനരായും ബിസിനസ്സിനെ ബിസിനസ്സായും കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പം ഇത് രണ്ടും കോർത്തിണക്കി കേരളത്തിൽ അങ്ങനെ ഒരു ന്യൂസ് ചാനൽ റൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പ്രാപ്തിയുള്ള ആൾക്കാർ വേണം, ബിസിനസ് ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാർ വേണം, അതിന് നോളജുള്ള ആൾക്കാർ വേണം, ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് വാർത്ത അറിയുമോ അറിയണം. ഇതെല്ലാം അറിയുമ്പോൾ ഒരു പരിധി വരെ റിപ്പോർട്ടർ TV ആ പറയുന്ന ഘടകങ്ങളെല്ലാം കോർത്തിണക്കി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു കണക്കിന് ശ്രീ അനിൽ അയിരൂർ റിപ്പോർട്ടർ TVയിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മാറി എന്നുള്ളതാണ്. സാധാരണ മാർക്കറ്റിങ്ങിൽ ഒരു സ്ട്രക്ചർ വേണം, മാർക്കറ്റിങ്ങിൽ ഒരു കാഴ്ചപ്പാട് വേണം, ബിസിനസ് എങ്ങനെ കൊണ്ടുവരണം എന്നറിയണം. വാർത്ത വിറ്റ് ബിസിനസ് ഉണ്ടാക്കണോ, വാർത്ത നൽകി ബിസിനസ് ഉണ്ടാക്കണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, വാർത്ത ജനങ്ങൾക്ക് ആവശ്യമുള്ള വാർത്ത കൊടുത്ത് ബിസിനസ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അതിൽ 100% ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് 100% ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. വാർത്ത ജനങ്ങൾക്ക് നൽകി അതിൽ നിന്നായിരിക്കും ബിസിനസ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും വാർത്ത വിറ്റ് ബിസിനസ് ഉണ്ടാക്കാൻ ഈ ഒരു മാധ്യമ സ്ഥാപനം ഇന്ന് ചിലപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഒരിക്കലും വാർത്ത വിറ്റ് ബിസിനസ് ഉണ്ടാക്കില്ല. വാർത്ത നൽകി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടായിരിക്കും അത്. അതുകൊണ്ട് 100% ഈ എഡിറ്റോറിയൽ ബോർഡിന് ഒരു തീരുമാനമുണ്ട്. എന്താണ്, ഒരു കാരണവശാലും ഇതിവിടെ വരുന്ന വാർത്തകൾ ഒരെണ്ണം പോലും തമസ്കരിക്കപ്പെടില്ല, ഒരെണ്ണം പോലും മാറ്റിവെക്കില്ല, ഒരെണ്ണം പോലും അതിൻ്റെ ഫാക്റ്റിലേക്ക് എത്താതിരിക്കില്ല. അതുകൊണ്ട് 100% എനിക്ക് ഉറപ്പുണ്ട് ഈ പറയുന്ന എഡിറ്റോറിയൽ ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാകും എന്നുള്ളത്. അത് വിശ്വസിച്ചും വരുന്ന 400ഓളം വരുന്ന മാധ്യമ പ്രവർത്തകരുടെ ടീമാണ്. കേരളത്തിലെ ഏക ജേർണലിസ്റ്റിക് ചാനലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ ഒരു ജേർണലിസ്റ്റിക് ചാനൽ കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ കേരളത്തിലെ ഏക ജേർണലിസ്റ്റിക് ചാനലിൽ നിന്നും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് 100% കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അനിൽ അരൂരിന് ഇതിനെക്കുറിച്ച് ടെക്നോളജിയിലൊക്കെ വളരെയധികം അഭിപ്രായമുള്ള ആളും വളരെയധികം അറിവുള്ള ആളുമാണ്. നമുക്ക് നോക്കാം. ഞാൻ ആൻഡോ സാർ പറഞ്ഞ് നിർത്തിയെടുത്തു എന്നാണ് എനിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആൻഡോ സാറിനെ കാണുമ്പോൾ ഫസ്റ്റ് ആൻഡോ സാർ ഇത് നമ്മൾ റിപ്പോർട്ടർ ഇങ്ങനെ റിവാമ്പ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആൻഡോ സാറിനോട് ഇത് സംസാരിച്ചതിൽ ക്ലാരിറ്റി വരുത്തിയത് എന്താണ്, ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇതിനെടുക്കാൻ പോകുന്ന ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് എന്തിനാണ് അത് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ സമയത്ത്, ഈ 8 ചാനലിലും ഉള്ള ഈ ചെറിയ ക്യാപിറ്റൽ എന്തിനാണ് ഇതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ആവശ്യമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ ഒരു ലക്ഷറീസ് എന്നല്ല പറയാം, പക്ഷേ എന്നാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ. അത് എനിക്ക് ആൻഡോ സാറെന്ന് വെച്ചാൽ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. ചെയ്യുന്നത് ഞാൻ വാല്യൂ ബേസ്ഡ് ആയിട്ടൊരു ചാനലാണ്, റിപ്പോർട്ടർ ഓൾറെഡി അവിടെ ഉണ്ട്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടും പരിധികളും ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിലൊരു നെറ്റ്വർക്ക് ആക്കി കേരളത്തിലും മറ്റ് ചാനലുകളിലും തുടങ്ങി അതിനെ നല്ലൊരു പ്രസ്ഥാനത്തിൽ കുറച്ചുകൂടെ വളർത്തിക്കൊണ്ടുവന്ന് അതിനെ വാല്യൂ ബേസ്ഡ് ആയിട്ട് തന്നെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അതിൻ്റെ റിസോഴ്സ് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ റിസോഴ്സ് ലിമിറ്റേഷൻസ് ഞാനത് മുഴുവൻ നീക്കും. അതിൽ വാല്യൂ ബേസ്ഡ് ആയിട്ട് സിസ്റ്റമായിട്ട് തന്നെ നിലനിർത്തും. അത് എനിക്ക് എൻ്റെ ആഗ്രഹം അതാണ്. എനിക്ക് അതിനപ്പുറമുള്ള ആഗ്രഹമല്ല. അത് വളരെ ക്ലാരിറ്റിയുള്ള
ഒരു ഇൻഫോർമേഷനാണ് ആ പിന്നെ മാനേജ്മെൻറ്റ് റൺ ചെയ്യുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സമയത്ത് ആൻഡ്രൂ സാർ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നികേഷ് സാറിനോട് ഞാൻ സംസാരിക്കുമ്പോഴത് തന്നെയാണ് എനിക്ക് കിട്ടും. അതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ സാർ ടെക്നോളജിയുടെ കാര്യം. ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ജേർണലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പേനയിൽ നിന്നാണ് തുടങ്ങുന്നത്. പേന പോലും ടെക്നോളജിയാണ്. അപ്പോൾ പേപ്പറിലേക്ക് എഴുതുന്നത് ടെക്നോളജിയാണ്, പേപ്പർ ഉണ്ടാകുന്നത് ടെക്നോളജിയാണ്, പ്രിൻ്റ് ചെയ്യുന്നത് ടെക്നോളജിയാണ്. പ്രിൻ്റിൽ നിന്നും ഇവോൾവ് ചെയ്ത് ടാബ്ലോയിഡ് വരുന്നു, പിന്നെ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ക്യാമറ ഇല്ലാണ്ട് ടെലിവിഷൻ ഇല്ല. അപ്പോൾ അതെല്ലാം എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു ടെക്നോളജി. പക്ഷേ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ ന്യൂസ് ചാനൽ സ്വന്തം ഭാഷയിൽ കണ്ടു തുടങ്ങുന്നത് അധിക കാലമായിട്ടില്ല. 30-35 വർഷം അല്ലെങ്കിൽ 40 വർഷത്തിന് താഴെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്നുള്ള ഇവോൾവ്മെൻറ്റ് നമ്മൾ ദൂരദർശനിൽ കണ്ട ആദ്യത്തെ അരമണിക്കൂർ ന്യൂസ് ബുള്ളറ്റിൻ, പിന്നെ 2003 നികേഷ് സാർ തന്നെയാണ് ആദ്യത്തെ 24 hours ന്യൂസ് ചാനൽ നമ്മളിവിടെ തുടങ്ങിയത്. 3 ബുള്ളറ്റിനുള്ള ഏഷ്യനെറ്റിൽ നിന്നുമാണ് ഇന്ത്യ വിഷൻ 24 hour ന്യൂസ് ചാനലായിട്ട് മാറിയത്. അപ്പോൾ 3 ബുള്ളറ്റിൻ കൂടുതൽ കാണാൻ ഇവിടെ എന്തുണ്ടെന്ന് ചോദിച്ച ഒരു സ്ഥലമാണ് കേരളം. അവിടെ ഒരു 24 hour ന്യൂസ് ചാനൽ വരുന്നു. പിന്നെ അത് മാറി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 7 ചാനലുകൾ വരെ ഇപ്പോൾ 8 ചാനൽ വരെ ആയിട്ടുണ്ട്. ഇവോൾവ്മെൻറ്റ് ന്യൂസ് സെക്ടറിൽ ഉണ്ടായിട്ടുണ്ട്. ടെക്നോളജി കണ്ടൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനാണ്. ഇപ്പം അതുപോലെ എഡിറ്റോറിയൽ കണ്ടൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് മാറിയിട്ടുണ്ട്. കണ്ടൻറ്റ് ജനങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അത് കമ്മ്യൂണിക്കേഷൻ ബിഹേവിയർ തന്നെ മാറിയിട്ടുണ്ട്. മനുഷ്യരുടെ ബിഹേവിയർ പാറ്റേൺസ് മാറുന്ന പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ബിഹേവിയർ മാറിയിട്ടുണ്ട്. അത് ന്യൂസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ന്യൂസിനപ്പുറമുള്ള നമ്മൾ മറ്റ് മീഡിയകളിലും ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫ്ലുവൻസ് ന്യൂസ് മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ന്യൂസിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോകത്തുള്ള ഇൻട്രഡക്ഷൻസിലൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടാവുക മാറ്റങ്ങളാണോ ആ മാറ്റങ്ങളൊക്കെ തന്നെയാണ് നമ്മളും പരീക്ഷിച്ചത്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ പരീക്ഷണങ്ങളൊക്കെ തന്നെയും ഏറ്റവും ലോകത്ത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടെക്നോളജിയാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഏറ്റവും പുതിയതായിട്ട് വരുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ചാനൽ എന്ന് വേണം ഇനിയിപ്പോൾ പറയാം. ഇതിനപ്പുറം എൻ്റെ ചാനൽ എൻ്റെ ഇടയിൽ ഇന്ത്യയിൽ വന്നിട്ടില്ല, തൊട്ടടുത്ത് ഏഷ്യയിലും വന്നിട്ടില്ല. ഇനിയും വരും, അത് കഴിഞ്ഞിട്ട് വരും, നമ്മൾ കഴിഞ്ഞിട്ടും വരും ഉണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ ഈ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു ലക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടി. ആ സ്പേസാണ് ഇപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് AR, VR, XR ടെക്നോളജി വരെയുണ്ട്. ഇതുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായ കാര്യങ്ങൾ കണ്ടൻറ്റ് ബ്രീഫ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അധികം സ്ട്രെയിൻ ഇല്ലാണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ കണ്ടൻറ്റ് പ്രസൻറ്റേഴ്സിനും എഡിറ്റോറിയൽ ടീമിനും അത് വ്യൂവേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാരിറ്റിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ മനസ്സിലാക്കൽ വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇന്ന് നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓടി നടക്കുന്നപ്പോൾ നമുക്ക് വളരെ വേഗം മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റണം. അത് ഡിസ്ക്രിപ്റ്റീവും നരേറ്റീവും ഒക്കെ ആയിട്ട് തന്നെ വരണം. അപ്പോൾ പണ്ട് നമ്മളൊരു എസ്സേ എഴുതി വായിക്കുന്നത് പോലെയല്ല നമ്മൾ അമർചിത്ര കഥ. അമർചിത്ര കഥ എന്തുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തമായി നിന്നത് കഥയിൽ നിന്ന്? അമർചിത്ര കഥയിൽ നമ്മൾ ഒരു കഥ അമർചിത്ര കഥയിൽ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരുപാട് മാറ്ററാണ്. നമ്മുടെ മനസ്സിലത് പതിഞ്ഞിരിക്കും. അതിൽ 2-3 സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ ആ ചിത്രത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ട് ഇത് തന്നെയാണ് വിഷ്വലിലേക്കും വരുന്നത്. വിഷ്വൽ നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാറ്റർ ഈസിലി നമുക്ക് വ്യൂവറിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ട്രാൻസ്ലേറ്റുള്ള മോഡ് ഓഫ് ഒരുപാട് ഈ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞാൽ വരും വർഷങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കും, മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾക്കൊത്ത് നമ്മൾ നടക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു എഡിറ്റോറിയൽ കണ്ടൻറ്റ്, ആ എഡിറ്റോറിയൽ ടീം എൻ്റെ വിഷ്വലിൽ പോകുന്ന കണ്ടൻറ്റ് ആ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രേക്ഷകർക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടർ ടിവികളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജിൽ പല അഡ്വാൻറ്റേജിലും ഒരു അഡ്വാൻറ്റേജ് മുന്നിൽ നിൽക്കുന്നത് ഇത് തന്നെയാണ്. അത് അതിൻ്റെ ഈ പ്രേക്ഷകർ കാണാൻ പോകുന്ന ഇനിയുള്ള ഈ ചാനൽ ലോഞ്ച് ചെയ്ത സമയം തൊട്ട് അങ്ങോട്ടുള്ള പല സാധ്യതകളും അവർക്കത് മനസ്സിലാവും. കുറച്ചൊക്കെ നമ്മൾ മലയാളികൾക്ക് അറിയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചുരുക്കി പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ ടെക്നോളജി കണ്ടൻറ് ഈസ് കിങ്. എന്നും കണ്ടൻറ്റ് ആണ് കിങ്, യാതൊരു സംശയമില്ല. അപ്പോൾ ആ കണ്ടൻറ്റ് കിങ്ങിനെന്നുള്ള കണ്ടൻറ്റിനെ സപ്പോർട്ടീവായ ഫാക്ടറാണ് ടെക്നോളജി നിൽക്കുന്നത്. ഒരിക്കലും കണ്ടൻറ്റിന് മുകളിൽ കയറി ടെക്നോളജിക്ക് നമുക്ക് പെർഫോം ചെയ്യുന്നത് ശരിയുമല്ല അത്. അപ്പോൾ ഈ രീതിയിലുള്ള ഇപ്പോൾ അത് മനസ്സിലാവാം. അതിപ്പോൾ AR VR പറഞ്ഞു കഴിഞ്ഞാലും ക്യാമറയുടെ കേസിലാണെങ്കിലും നമ്മൾ ലൈവ് ട്രാൻസ്മിഷൻ്റെ കേസിലാണെങ്കിലും ഏറ്റവും വേഗത്തിൽ വിഷ്വൽ എത്തിക്കുന്ന കേസിലാണെങ്കിലും
സ്ക്രീൻ ലേഔട്ടിൻ്റെ കേസിലാണെങ്കിലും എന്തിനാണ് നമ്മളൊരു വ്യൂവറിനെ അഡ്രസ് ചെയ്യുമ്പോൾ എന്തിനാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. നമ്മൾ എടുക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കിട്ടുന്ന ന്യൂസുകൾ വളരെ എന്താണ് പറയുന്നത്, അതിൻ്റെ ചോർന്നു പോകാണ്ട് തന്നെ ഏറ്റവും നൈമിഷിക വളരെ സ്പീഡിൽ ടെലിവിഷനിൽ ശ്രദ്ധയോടെ കൊണ്ടെത്തിക്കണം. അതൊരു വലിയൊരു ഫോക്കസാണ്. ആ ഫോക്കസ് നമുക്ക് ടെലിവിഷനിൽ വ്യൂവേഴ്സ് കൊടുക്കുക. ആ വ്യൂവേഴ്സ് തീരുമാനിക്കും ഇത് ഞാൻ എന്ത് കാണണം കാണണ്ട എന്നുള്ളത്. പ്രത്യേകിച്ച് മലയാളി വ്യൂവേഴ്സിന് നല്ല ധാരണയുണ്ട്, അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് അവിടെ എത്തിക്കാനുള്ള ചുമതല നമുക്കുണ്ട് ഏറ്റവും നല്ല രീതിയിൽ. ആ ചുമതലയാണ് എൻ്റെ അർത്ഥത്തിൽ ഇവർക്ക് ഇതില്ല. പിന്നെ ഇതുപോലെ ഒരു എഡിറ്റോറിയൽ വിങ്. അപ്പോൾ ഈ പല ഏരിയയിലും നമ്മളിവിടെ ഇരിക്കുന്ന എഡിറ്റോറിയൽ ഇതിലിരിക്കുന്ന ഇവരെല്ലാം തന്നെ ഓരോ ചാനലിലും ഓരോ സമയം അത് ഹെഡ് ചെയ്ത് അത് കൊണ്ട് നടന്ന് പരിചയസമ്പത്തുള്ളതാണ് എഡിറ്റോറിയൽ വിങ്ങിലും അല്ലാണ്ടും ഒക്കെ തന്നെ. അപ്പോൾ അവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടി നല്ലൊരു മാനേജ്മെൻറ്റ് സപ്പോർട്ട് കൂടി വേറെ ഒരു താല്പര്യങ്ങളും ഇല്ലാണ്ട് ജെന്യുവനായ കണ്ടൻറ്റ് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ ഈ ബാക്കപ്പോടുകൂടി തയ്യാറായി കഴിഞ്ഞാൽ ഇത് ടെലിവിഷൻ ന്യൂസ് മാധ്യമ രംഗത്ത് ഇനിയും ഉണ്ടാക്കുന്ന ഒരു വലിയ മാറ്റമാണെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഇനി വാർത്ത എത്തിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. വാർത്തകൾ മൂടി വയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാർത്തകൾ എത്തിക്കാൻ പറ്റുമെങ്കിൽ അതിന് വേറൊരു ആംഗിളുണ്ട്, വേറൊരു വിഷനുണ്ട്. ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും നല്ല ജോലിയല്ല ചെയ്യുന്നതെന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മാധ്യമങ്ങളൊക്കെ ഇവിടെ നല്ല ജോലികൾ അവരുടേതായ ജോലികൾ വഹിച്ചിട്ടുണ്ട്. പക്ഷേ ചെയ്യാത്ത ജോലികൾ ഇപ്പോഴും വേറെ കിടപ്പുണ്ട്. ആ ചെയ്യാത്ത ജോലികൾ കിടപ്പുള്ള വഴികളാണ് നമ്മൾ എനിക്ക് കണ്ടിട്ട് അതിൽ കൂടെ ആയിരിക്കും നമ്മൾ യാത്ര ചെയ്യുക. ശ്രുതി അല്ല, ശ്രീ അനിൽ ചൂണ്ടിക്കാണിച്ച പോലെ നമുക്കൊരു സ്പേസ് ഉണ്ട്, ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഇടമുണ്ട്. ഇപ്പോൾ വർത്തമാനകാല ഇന്ത്യയിലെ എല്ലാ കാലത്തും തന്നെ മാധ്യമപ്രവർത്തകരുടെ ചുമതല എന്ന് പറയുന്നത് ജനാധിപത്യത്തെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിനൊരു വലിയ സമയമാണത്. അത് നടക്കാത്തൊരു സമയമാണ്. അത് നടക്കുമ്പോൾ എങ്ങനെ നടത്തണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ട് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ വസ്തുത പറയുന്നത് നേരത്തെയും ഇല്ലേ, വസ്തുതകൾ അല്ലേ എല്ലാവരും പറയുന്നതെന്ന് ചോദിക്കാം. വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ടുള്ള വസ്തുതകളും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. പോപ്പുലിസ്റ്റ് നിലപാടുകൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു, വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു. അതിനെ വലിയ രീതിയിൽ പിന്തുണച്ചുകൊണ്ട് അതാണ് വാർത്തയെന്ന് പറയുകയും അത് പ്രാസമൊപ്പിച്ച് പ്രസംഗിച്ച് അവതരിപ്പിച്ച് അതിന് വലിയ പിന്തുണ കയ്യടി നേടുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യം മാധ്യമപ്രവർത്തനത്തിലുണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. അവിടെയാണ് ആ ഒഴിവാണ് നമ്മൾ നികത്താൻ പോകുന്നത്. ഫാക്ട് മാറ്റേഴ്സ് നമ്മൾ ആവർത്തിച്ച് നമ്മളിപ്പോൾ ഓരോരുത്തരും പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതാണ് നമ്മുടെ അടിത്തറ. വളരെ പക്വമായിട്ടാണ് നമ്മൾ വാർത്തകളെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളെ പറ്റി പുറത്ത് പറയുന്നത് വലിയ സാങ്കേതിക സംവിധാനത്തോടു കൂടി വരുന്ന ഒരു ചാനൽ, വലിയ പണം ഇറക്കി വരുന്ന ചാനൽ. അപ്പോൾ ഇവർ ഈ സാങ്കേതികത്വം പറഞ്ഞ് ഇതെങ്ങനെ കാണിച്ച് കുറേ നിറപ്പകിട്ടോട് വരുന്ന ഒരു ചാനൽ അത്രയേ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ധാരണ. ആ ധാരണ നമുക്ക് പൊളിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ സംസാരിച്ച ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും സംബന്ധിച്ച് വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ തന്നെയാണ് ചർച്ചകൾ നടത്തിയിട്ടുള്ളതും. ഫാക്ട് മാറ്റേഴ്സ്, ആ ഫാക്ട് എങ്ങനെയാണ് ജനങ്ങളിലേക്ക്, നമുക്ക് വലിയ അധികാരങ്ങളൊന്നുമില്ല. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് വലിയ അധികാരങ്ങളുള്ള ഒരു വിഭാഗമൊന്നുമല്ല നമ്മൾ. അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം നമുക്കിടയിൽ തന്നെയുണ്ട്. നമ്മളെ സംബന്ധിച്ച് ജനങ്ങളെ ഇൻഫോംഡ് ആക്കുക, ജനങ്ങളെ ശരിയായ വസ്തുതകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക, അവർക്ക് അഭിപ്രായ രൂപീകരണത്തിന് വഴിയൊരുക്കുക, ശരിയായ അഭിപ്രായ രൂപീകരണത്തിന് വഴിയൊരുക്കുക. അതാണ് നമ്മുടെ ചുമതല. ആ ചുമതല നമ്മൾ നിറവേറ്റും. അതിനുവേണ്ടി വസ്തുതകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വസ്തുതകൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ഭാഗത്തുനിന്നൊരു ആക്ടിവിസം എന്ന് പറയുന്നത് നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശബ്ദമായി നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അത് ഞങ്ങളെല്ലാവരും ചെയ്യുന്നതാണല്ലോ എന്ന് പലർക്കും പറയാം. പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തനം. അതാണ് ശരിയായ മാധ്യമപ്രവർത്തനം. ഒരുപാട് പേർ ഒരുമിച്ചിരുന്ന് വിളിച്ചു പോകുമ്പോൾ അതിന് വലിയ പിന്തുണ ലഭിക്കുമ്പോൾ അതാണ് ശരിയെന്ന് പുറമേക്ക് തോന്നിക്കുന്നു, ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. ആ പ്രതീതിയാണ് ശരി എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മളെത്തുന്നത്. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ജനത്തിന് മനസ്സിലാകുന്നല്ല, ജനങ്ങളുടെ ശബ്ദമായിക്കൊണ്ട് അത് ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് കാണാത്തവരുടെ, ഇതുവരെ പുറത്തേക്ക് ശബ്ദം ഉയരാത്തവരുടെ ശബ്ദമായി നിന്നുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വന്നതും ശ്രീ അനിലാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. എങ്ങനെ നിങ്ങൾ വ്യത്യസ്തം, ഈ പറഞ്ഞ പോലെ 8ാമത്തെ ഒരിടത്ത് എന്താണ് പ്രത്യേകത എന്ന സംശയം വരുന്നു. അപ്പോൾ ആ സംശയത്തിനോട് വ്യക്തമായ മറുപടി നമ്മൾ പലതവണ സംസാരത്തിൽ നിന്ന് എനിക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ആ കോൺഫിഡൻസിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും. ഇവിടേക്ക് എത്തിയ മാനേജ്മെൻറ്റിൻ്റെ നിലപാടുകളും സാധാരണഗതിയിൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന നിലപാടിന് വ്യത്യസ്തമായി ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ്. വാർത്തയായി തന്നെ പോകും.
എവിടെ നിന്ന് സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചാലും ആ സ്വാധീനങ്ങളൊന്നും വിലപ്പോകില്ല എന്നുള്ള ഉറപ്പ് അതൊരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ച് ഏറ്റവും എന്താ പറയുക അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ് അല്ലേ. ആ ഒരു ഉറപ്പ് ലഭിച്ചതിൻ്റെ ആത്മവിശ്വാസമാണ് എന്നെ ഇവിടെ നിർത്തുന്നത്. സ്മൃതി ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഈ വസ്തുനിഷ്ഠത, സമഗ്രത അല്ലെങ്കിൽ ആശയം അതെല്ലാം ഉണ്ടാവും. ശ്രീ അനിൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കണ്ടന്റ് അതാണ് നമ്മളെ എല്ലാവരെയും ബൈൻഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മാധ്യമപ്രവർത്തന കാലയളവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം ഈ മേഖലയിലേക്ക് വന്നയാളാണ് ഞാൻ. പക്ഷേ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയുക അല്ലെങ്കിൽ അപ്ഡേറ്റായി എത്രയും പെട്ടെന്ന് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഓരോ മാധ്യമപ്രവർത്തകൻ്റെയും ഇനി അങ്ങോട്ടുള്ള കാലയളവിൽ അടയാളപ്പെടുത്തുക. കാരണം മാറ്റം എന്ന് പറയുന്നത് ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് പറ്റില്ല. ആ മാറ്റത്തിനൊപ്പം നേരത്തെ ശ്രീ അനിൽ സൂചിപ്പിച്ചതുപോലെ ടെക്നോളജിക്കലി നമ്മൾ അഡ്വാൻസ്ഡ് ആകുന്നത് പോലെ തന്നെ നമ്മുടെ കണ്ടന്റ്, ആ കണ്ടന്റാണ് കിങ് എന്ന് മനസ്സിലാക്കി അതിനെയും അപ്ഡേറ്റ് ചെയ്യാൻ ഓരോ മിനിറ്റിലും അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൽ എല്ലാ മാധ്യമങ്ങളും ഇതല്ലേ ചെയ്യുന്നതെന്ന് നിങ്ങളൊക്കെ ചോദിച്ചു. എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നത് ആവർത്തിക്കാനല്ല നമ്മുടെ ഈ ചാനൽ എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ റിപ്പോർട്ടർ ചൂസ് ചെയ്തത്. എല്ലാ മാധ്യമങ്ങളും ചെയ്യാനാണെങ്കിൽ 1ഉം 2ഉം സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് എന്തിന് ഞാൻ 8ാം സ്ഥാനത്തുള്ള സ്ഥാപനത്തിലേക്ക് വരണം? ഈ സ്ഥാപനത്തിൽ മുൻപും ഞാൻ ജോലി ചെയ്തതാണ്. അപ്പോൾ ഈ 8ാം സ്ഥാനത്തിരിക്കുന്ന സ്ഥാപനത്തിന് അന്നത് 1ാം സ്ഥാനത്തായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനു മുൻപ് ശ്രീ എം വി നികേഷ് കുമാർ തുടക്കമിട്ട ഇന്ത്യ വിഷൻ കൊണ്ടുവന്ന ഒരു മാധ്യമ സംസ്കാരം ഉണ്ടായിരുന്നു. അതിൽ പരിചയിച്ച് വളർന്ന ആളുകളാണ് ഇന്ന് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും നേതൃനിരയിലിരിക്കുന്നത്. അപ്പോൾ അവരോട് മത്സരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമായാണ് ഇപ്പോൾ റീവാമ്പ് ചെയ്ത് റിപ്പോർട്ടർ വരാൻ പോകുന്നത്. അപ്പോൾ പ്രതീക്ഷകൾ വളരെ വലുതാണെന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഉറപ്പ്, വസ്തുനിഷ്ഠത എന്നുള്ളത് നമ്മുടെ ഒരു മുഖമുദ്രയായിരിക്കും. അതിൽ ഫാക്ട് മാറ്റേഴ്സ് എന്നുള്ളത് ഞാനും പറയുകയാണ്. എല്ലാവരും പറഞ്ഞത് ആവർത്തിക്കുക. അതായത് ആ വാചകം ആവർത്തിക്കുന്നത് പോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വസ്തുത അത് ആവർത്തിച്ച് അരക്കിട്ടുറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ സമഗ്രമായിട്ടുള്ള അപഗ്രഥനങ്ങൾ ഉണ്ടാകും. അതിൽ വെള്ളം ചേർക്കാൻ ഞങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റ് 7 സ്ഥാപനങ്ങളെയും 8 എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു. അതുമാത്രമല്ല, ദേശീയ മാധ്യമങ്ങൾ പോലും തമസ്കരിക്കുന്ന പല വാർത്തകളും പറയാൻ റിപ്പോർട്ടർ ഉണ്ടാകുമെന്നുള്ളതാണ് ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഉറപ്പ്. അതായത് ബോധപൂർവമോ അല്ലാതെയോ, നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ തമസ്കരിക്കപ്പെട്ടു പോകുന്ന വാർത്തകളുണ്ട്, അല്ലെങ്കിൽ വാർത്തയിൽ അർത്ഥസത്യങ്ങൾ കയറിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ പറയുന്നതിൽ സത്യമുണ്ടാകും. അതിൽ പലരുടെയും മുഖം ചുളിയുന്ന സത്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ സത്യങ്ങൾ പറയാൻ, ജനപക്ഷത്ത് നിൽക്കാൻ, ജനങ്ങൾ അറിയേണ്ട വാർത്തകൾ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനായിരിക്കും റിപ്പോർട്ടർ ഇനി അങ്ങോട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ അതേപടി ആയിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അല്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിലുള്ള ഉത്തരം. ഈ റിപ്പോർട്ടർ വരുന്നത് ഇത് ജനങ്ങളുടെ റിപ്പോർട്ടറായാണ്. അത് ജനങ്ങൾ അറിയേണ്ട വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ്. വാർത്തകളെ സെൻസേഷണലൈസ് ചെയ്യാതെ, വളച്ചൊടിക്കാതെ, റേറ്റിംഗിന് വേണ്ടി എന്തും ചെയ്യാതെ, വാർത്തയായി സത്യം സത്യമായി മുന്നിലേക്ക് എത്തിക്കുന്ന ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു കാട്ടാനും ആ ബുദ്ധിമുട്ടുകൾക്ക് ആരാണോ ഉത്തരവാദികൾ അവരുടെ പേര് സഹിതം പറയാനും കഴിവുള്ള ഒരു സ്ഥാപനമായിരിക്കും റിപ്പോർട്ടർ ഇനി അങ്ങോട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുമ്പോൾ. മുൻപും അങ്ങനെ തന്നെയായിരുന്നു. അത് കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. തുടക്കത്തിൽ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചു തുടങ്ങിയ ഒരു കാര്യമുണ്ട്. നമ്മൾ ഏതിനെയാണ് കാണുന്നത്, എന്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പോസ്റ്റ് ട്രൂത്ത് കാലത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു പോയല്ലോ. അതായത് അസത്യവും അർത്ഥസത്യവും വളരെ പെട്ടെന്ന് പ്രചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം മറ്റ് നവമാധ്യമങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിലെ വളച്ചൊടിക്കലുകളും അർത്ഥസത്യങ്ങളും അസത്യങ്ങളും ഒക്കെ തുറന്നു കാട്ടാനും ഒരു നല്ല മാധ്യമം ഇന്ന് കേരളത്തിന് ആവശ്യമാണ്. അതായിരിക്കും റിപ്പോർട്ടർ. കണ്ടന്റ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് ഞാൻ കണ്ടൊരു രീതി ഇത്രയേ ഉള്ളൂ. കണ്ടന്റ് ഈസ് ദ കിങ്. അപ്പോൾ ടെക്നോളജി എന്താണ്? പടത്തലവനാണ്. രാജാവിൻ്റെ പടത്തലവനാണ് ടെക്നോളജി. ഈ രാജാവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ടെക്നോളജി ഉപയോഗിക്കുന്നത്. കണ്ടന്റ് ഈസ് ദ കിങ്, ടെക്നോളജി ഈസ് ദ ചീഫ് ഓഫ് ആർമി. ചീഫ് ഓഫ് ആർമി എന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റിനെ സംരക്ഷിച്ച് പിടിച്ച് നിർത്തലാണ് ടെക്നോളജിയുടെ ഉദ്ദേശം. ടെക്നോളജിയെ സംരക്ഷിച്ച് പിടിച്ച് നിർത്തലല്ല കണ്ടന്റിൻ്റെ ഉദ്ദേശം. ഇറ്റ്സ് വെരി ക്ലിയർ. സോ ആദ്യ ഫോക്കസ് കണ്ടന്റാണ്. റിപ്പോർട്ടർ എന്ന പേര് തന്നെ അല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ, ഒരുപക്ഷെ ലോകത്തൊരു ചാനലിനും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് USB. ഗ്രൗണ്ട് ഫീൽഡിൽ നിൽക്കുന്ന നമ്മളുടെ 38 റിപ്പോർട്ടർമാരുണ്ടല്ലോ, അവരാണ് ഈ ചാനലിൻ്റെ കിങ്. അവർ തരുന്നതാണ് കിങ്. ടെക്നോളജി ഈ ഡെസ്കിൽ നിന്ന് പോകുന്നതാണ്. സോ ചില പ്രേക്ഷകർക്കെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതി കണ്ടത് ഇറ്റ് ഈസ് എ ഡെസ്ക് ഡ്രിവൺ ചാനൽ എന്നാണ്. ആ ധാരണ മാറ്റിക്കോളൂ. ഇത് ഫീൽഡ് ഡ്രിവൺ ചാനലാണ്. റിപ്പോർട്ടറിൻ്റെ ആർമിയാണ് ഈ ചാനലിനെ നയിക്കുന്നത്. വി ആർ ജസ്റ്റ് സിംപ്ലി ദ സെർവൻസ്. ഈ അടുത്ത കുറേ വർഷങ്ങളായിട്ടുണ്ടാക്കിയ ഒരു വലിയ പ്രശ്നമാണ് റേറ്റിംഗ്.
ന്യൂസ് ചാനലിൻ്റെ റേറ്റിംഗ് ഞാൻ 1, നിങ്ങൾ 2, വേറൊരാൾ 8ാമത് എന്നുള്ള സാധനം അല്ലെങ്കിൽ ഒരു പഴക്കമുള്ളത് അത് ന്യൂസ് ചാനൽ എല്ലാത്തിനും ഉണ്ട്. ന്യൂസ് ചാനലിൽ റേറ്റിംഗ് വേണോ വേണ്ടേ എന്നുള്ളത് ഒരു അടുത്ത കാലത്ത് വലിയൊരു ഡിസ്കഷൻ ആയിട്ടുണ്ട്. റേറ്റിങ്ങിൻ്റെ മാനിപ്പുലേഷൻസും കാര്യങ്ങളും അതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം. ന്യൂസ് ചാനലിൻ്റെ റേറ്റിംഗ് ഇതിന് ഞാൻ എന്തെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റേറ്റിംഗ് ഉണ്ടെങ്കിൽ കൊമേഴ്സ് പിന്നെ അഡ്വർടൈസ്മെൻറ്റ് വരുള്ളൂ, അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടെങ്കിൽ ചാനലിലേക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റേറ്റിങ്ങിന് വേണ്ടി എന്തും നമ്മൾ ചെയ്യുമോ? റേറ്റിംഗ് ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുമോ? 2 ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളിത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും റേറ്റിംഗ് ഇല്ല, ഇവർ റേറ്റിങ്ങിന് വേണ്ടി എന്തും ചെയ്യും. കാരണം റേറ്റിങ്ങിന് വേണ്ടി ആൾക്കാർ റേറ്റിംഗ് നമ്പർ 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് പല രീതിയിൽ, പല ഏജ് ഗ്രൂപ്പിൽ പല കാര്യങ്ങൾ. അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡെവലപ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ആങ്കർ ചെയ്ത റേറ്റിംഗ് കൂടും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇന്ന ഗസ്റ്റ് വന്ന റേറ്റിംഗ് കൂടും. അപ്പോൾ ആ വരുന്ന ഗസ്റ്റിനെ, റേറ്റിംഗ് ഇടുന്ന ഗസ്റ്റിനെ വിളിക്കുക, അവരെ കൊണ്ട് മാക്സിമം ഡ്രാമ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ഇന്നിപ്പോൾ മലയാളം ന്യൂസ് ചാനലിൽ നടക്കുന്ന നടപടികളാണ്. നമ്മൾ ആ വഴികളൊക്കെ നടക്കുന്നുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ അതുവഴിയാണോ? ഞാൻ പുതിയ എഡിറ്റോറിയലുകൾ നിങ്ങളോട് ഇരിക്കുന്നത് ഞാൻ ചോദിച്ചതാണ്. ഇപ്പോൾ റേറ്റിംഗ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റിംഗ് ഉണ്ടെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് വരൂ എന്നുള്ളത് മിഥ്യാധാരണയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. റേറ്റിംഗ് ഇല്ലെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് വരും. അത് ആരെയും പേടിപ്പിച്ചും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടല്ല, നല്ല കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ജെന്യൂനായിട്ട് നമ്മൾ ആ മേൽ കൊടുത്തു കഴിഞ്ഞാൽ ജനം ശ്രദ്ധിക്കുന്ന ചാനലിൽ പരസ്യം വരും. ഇതാണ് തന്നെ. പിന്നെ എന്തിനാണ് ഈ റേറ്റിങ്ങിന് വേണ്ടിയുള്ള ഫൈറ്റ്? ഈ റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ 1385 ലക്ഷം വീടുകളുള്ള കേരളത്തിൽ 1300 മീറ്റർ വെച്ചിട്ട് ആരെ ജഡ്ജ് ചെയ്യാനാണ് പോകുന്നത്? ഈ കാണുന്ന മീഡിയകളൊക്കെ എന്താണ് ബഹളം കൂട്ടുന്നത്? നമ്മൾ ആ വഴി കൂടെ സഞ്ചരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഇതേപോലെ ഒരു 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 ആഘോഷത്തിൻ്റെ പുറകെ പോകേണ്ടതുണ്ടോ? ജനം അതാണോ ആഗ്രഹിക്കുന്നത്? ഇതിനുള്ള കറക്റ്റ് ഉത്തരവാണെങ്കിൽ നമ്മളടക്കം മറ്റു മീഡിയകൾക്കടക്കം നമുക്കത് ചെയ്യേണ്ട വഴികൾ എവിടെയാണെന്ന് കറക്റ്റായിട്ട് തെളിഞ്ഞു വരും. കാരണം ഇത് പ്രേക്ഷകരോട് നമ്മൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ, ഇത് ഓപ്പണായിട്ട് നമ്മൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ, അതായത് തെറ്റിദ്ധാരണകൾ നിലനിൽക്കും. അവർ ഇതൊക്കെ പറഞ്ഞ് അവർ റേറ്റിംഗ് ഉണ്ടാക്കും, റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യും. എൻഡ് ഓഫ് ദി ഡേ ഇതൊരു കൊമേഴ്സ് തന്നെയാണ് എന്നുള്ള ഒരു ധാരണകളുണ്ട്. അപ്പം ഞാനത് ചോദിക്കേണ്ടത്, നമ്മൾ നടക്കേണ്ട വഴികൾ അതൊക്കെ തന്നെയാണോ എന്നുള്ളതാണ്. ഈ റേറ്റിങ്ങിന് വേണ്ടി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് തന്നെ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ വളരെ വ്യത്യസ്തവും ആയി മാറുകയാണ്. ആ ഒറ്റ പ്രഖ്യാപനത്തിൽ തന്നെ റേറ്റിങ്ങിൽ ഉള്ള മത്സരയോട്ടത്തിലല്ല ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, മറിച്ച് താങ്കൾ പറഞ്ഞ കണക്ക്, അനിൽ പറഞ്ഞ കണക്ക് ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വാർത്താ ചാനലായി ഇതിനെ നിലനിർത്തുക, മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു ക്ലാരിറ്റി ആയിട്ട് വരുന്നത്. അപ്പം ഞാനെപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യം, ഇതിപ്പോൾ പ്രിൻറ്റ് മീഡിയ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഒരു വാർത്താ മാധ്യമത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനം എന്താണ്? അത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പറയുന്ന ഹൈ വോൾട്ട് ലൈറ്റുകളോ ഏറ്റവും നൂതനമായ ക്യാമറയോ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ AC മുറിയോ ഈ കെട്ടിടമോ ഒന്നുമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതൊരു വാർത്താ മാധ്യമത്തിൻ്റെ, അത് വാർത്താ മാധ്യമത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്, ആ വാർത്താ മാധ്യമത്തിൻ്റെ മൂലധനം എന്ന് പറയുന്നത് ജനങ്ങളാണ് എന്ന് വിചാരിക്കുന്ന ഒരു ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ പെർസെപ്ഷൻ മാറുകയാണ്. ജനങ്ങളെയാണ് നമ്മൾ ഈ ചാനലിൻ്റെ മൂലധനമായി കാണുന്നതെങ്കിൽ പിന്നെ ജനപക്ഷത്തു നിന്നും മാത്രമേ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ട് അക്കാര്യത്തിലൊരു ക്ലാരിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ മൂലധനം എന്ന് പറയുന്നത് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ്. അവരെയാണ് നമ്മൾ മൂലധനമായി കാണുന്നതെങ്കിൽ പിന്നെ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. ആ അർത്ഥത്തിൽ ജനങ്ങളെ കാണുന്ന സ്ഥിതിക്ക് നമ്മുടെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്, റിപ്പോർട്ടറിൻ്റെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രവർത്തനമായി മാറും. സ്വാഭാവികമായിട്ടും നമ്മുടെ വാർത്താ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. ആ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇവിടെ ഇപ്പോൾ അരുണും നികേഷും ഒക്കെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന് വലിയ മൂല്യവും പ്രാധാന്യവും കൊടുക്കുന്ന ഒരു വാർത്താ പ്രവർത്തനമായിരിക്കും എന്ന് ഏറെക്കുറെ എല്ലാവരും സംസാരിച്ചതോട് വ്യക്തം വന്നിട്ടുണ്ട്. ആ ജനാധിപത്യത്തിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു പോയിന്റ്, ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പൊതു ആശയമാണ്. ഓരോ കാലഘട്ടത്തിലും ജനാധിപത്യത്തിന് വിവിധ നിർവചനങ്ങളാണുള്ളത്. ഈ കാലഘട്ടത്തിൽ ജനാധിപത്യത്തിൻ്റെ നിർവചനമായി ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സെക്കുലറായിരിക്കുക എന്നുള്ളതാണ്, മതേതരമായിരിക്കുക, മതനിരപേക്ഷമായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരു എഡിറ്റോറിയൽ പോളിസി എന്ന നിലയ്ക്ക് റിപ്പോർട്ടറിൻ്റെ ഈ ബോർഡിൽ നിന്നുള്ള പല ചർച്ചകളിൽ ഞാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ മൂലധനമായി ജനങ്ങളെ കാണുന്നു, അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സാമൂഹ്യ പ്രവർത്തനമായി കാണുന്നു. ആ സാമൂഹ്യ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുന്നത് മതേതരമായ കാഴ്ചപ്പാടുകളായിരിക്കും. ആ കാഴ്ചപ്പാടായിരിക്കും
ഈ ചാനലിനെ വ്യത്യസ്തമാക്കുക എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. എൻ്റെ ഒരു ജേർണലിസ്റ്റിക് കരിയറിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് വ്യത്യസ്തമായിരുന്നു. ഞാൻ ആദ്യം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ നിന്നും തുടങ്ങിയ ആളാണ്. അവിടെ നിന്ന് ആദ്യത്തെ വാർത്താ ചാനലിലേക്ക് വരുന്നു. ആ വാർത്താ ചാനലിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു 38ാമത്തെ വയസ്സിലൊരു പുതിയ ന്യൂസ് ചാനൽ ആരംഭിക്കണം എന്ന് പറയുന്നൊരു ഒരു ജീവിത സന്ധിയിൽ എത്തിപ്പെടുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിലൊന്നും വിഭവങ്ങളൊന്നുമില്ല. പക്ഷേ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വേഗതയുള്ളൊരു ന്യൂസ് ചാനൽ വേണം എന്നുള്ളത്. എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ, എൻ്റെ ആ സമയത്തുള്ള തിയറി എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് തീരുമാനങ്ങളും എഡിറ്റോറിയലിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. എഡിറ്റോറിയൽ എപ്പോഴും സത്യസന്ധമായിരിക്കുക എന്ന് പറയുമ്പോൾ അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് വേണം എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് സ്വതന്ത്രമായ ഒരു വാർത്താ ചാനൽ എന്നുള്ള റിപ്പോർട്ടർ എന്ന സങ്കല്പത്തിലേക്ക് എത്തിയത്. അപ്പോൾ എനിക്ക് വേഗത്തിൽ തീരുമാനം എടുക്കാൻ കഴിയും. എഡിറ്റോറിയലിന് ആവശ്യമായിട്ടുള്ള തീരുമാനം എനിക്ക് വേഗത്തിൽ എടുക്കാൻ കഴിയും. അപ്പോൾ എനിക്ക് വ്യത്യസ്തമായ ഒരു ചിന്ത ഉണ്ടാകില്ല എന്ന നല്ല ബോധ്യമുണ്ട്. ഞാൻ വാർത്ത ഏതെങ്കിലും തരത്തിൽ വിൽക്കില്ല എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു മത വിഭാഗത്തിന് വേണ്ടി മാത്രമായി നിൽക്കില്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിൽക്കില്ല. നല്ല ബോധ്യത്തെ സംബന്ധിച്ചിടത്തോളമാണ് എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ വേഗത്തിലാകുന്ന രീതിയിലുള്ളൊരു എഡിറ്റോറിയൽ ഉണ്ടാക്കാൻ കഴിയുന്ന മാനേജ്മെൻറ്റ് അടക്കം ഉണ്ടാകണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ തുടങ്ങുന്നത്. ഇന്ന് 2011 നിന്ന് വ്യത്യസ്തമായിട്ട് 2023 എത്തുമ്പോൾ കാലം കുറേയധികം മുന്നോട്ട് പോവുകയാണ്. വെള്ളം കുറേ ഒഴുകിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു തീരുമാനങ്ങൾ മാത്രം പോരാ, അതിൻ്റെ കൂടെ വിഭവങ്ങളും കൂടെ വേണം എന്നുള്ള ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു ടെലിവിഷൻ ചാനലും പുറത്തുനിന്ന് വിഭവങ്ങൾ കൊണ്ടുവരാതെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൊഫഷണലിസം എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ആ പ്രൊഫഷണലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാർക്കറ്റ് എത്ര കണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് പരിമിതിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ അപ്പോഴാണ് ഞാൻ ഈ 2023 ഈ തീരുമാനം എടുക്കുന്നത്. ഒരു ടെലിവിഷൻ ചാനൽ എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ തളം കെട്ടി നിൽക്കേണ്ട കാര്യങ്ങളല്ല. അതിനപ്പുറത്ത് മാധ്യമ സ്ഥാപനം തുടങ്ങിയത് ഒരുപക്ഷെ എൻ്റെ ഇനീഷ്യേറ്റീവിലായിരിക്കും. പക്ഷേ അത് ആത്യന്തികമായി എന്നിൽ തന്നെ നിന്ന് എന്നിൽ തന്നെ ഒടുങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണം നടത്താൻ കഴിയുന്ന കൂടുതൽ നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ ഒരു മാനേജ്മെൻറ്റ് നമുക്ക് വേണം എന്നുള്ള നിലയിലേക്ക് എത്തുകയും ഈ എൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരി ഞാൻ കൈമാറുകയും ചെയ്യാണ്. അപ്പോൾ ഒരു ജീവിതം എന്നുള്ള നിലയിൽ എന്നെ കുറേ കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യപ്പെടുത്തലിൽ ഞാൻ കുറേ തിരിച്ചറിവുകൾ നേടിയിട്ടുണ്ട്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് ഒരു തീരുമാനം എടുത്ത് നിൽക്കുകയാണ്. ഇന്ന് ഈ ടെലിവിഷൻ ചാനലിന് നല്ല പ്രൊഫഷണലായിട്ടുള്ള മാനേജ്മെൻ്റ് ഉണ്ട്, ഈ ടെലിവിഷൻ ചാനലിന് നല്ല എഡിറ്റോറിയൽ ബോർഡുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആവശ്യം എന്ന് കരുതുകയും അതിനനുസരിച്ചാണല്ലോ ഇപ്പോൾ ഈ ടെലിവിഷൻ ചാനൽ പോവുകയും ചെയ്തത്. പിന്നെ കണ്ടൻറ് ഈസ് ദ കിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. കണ്ടൻറ് ഈസ് ദ കിങ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ കിങ്ങിന് അരുൺ ചൂണ്ടിക്കാണിച്ച ഈ പടത്തലവനെ ആവശ്യമുണ്ട്. ആ പടത്തലവൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റ് ഇതിനെ ഒഴുക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ കേരളത്തിലെ ടെലിവിഷൻ മാധ്യമങ്ങളെയും ഇന്ത്യയിലെ ടെലിവിഷൻ മാധ്യമങ്ങളെ ആകെയും സംബന്ധിച്ചിടത്തോളം ഡിസ്ട്രിബ്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളെല്ലാം പറഞ്ഞല്ലോ 8ാമത്തെ ചാനൽ എന്ന് പറഞ്ഞല്ലോ. ഇന്ന് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് മാത്രം ഇന്ത്യ വിഷൻ എങ്ങനെയാണ് ഒടുങ്ങിയത്, പിന്നീട് വന്നിട്ടുള്ള പല ടെലിവിഷൻ ചാനലുകളും ഇല്ലാതായത് എങ്ങനെയാണ്, ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ നിന്ന് പോയതുകൊണ്ടാണ്. അല്ലാതെ അതിൻ്റെ ഒരു എഡിറ്റോറിയലിന് ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ ഉണ്ടായതുകൊണ്ട് അതിന് ദോഷം പറഞ്ഞുകൊണ്ടും അല്ല. അപ്പോൾ പോകുന്നത് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാതാവുന്നു. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ മെച്ചപ്പെടുത്തിയാൽ തന്നെ നേരത്തെ പറഞ്ഞ ഈ റേറ്റിങ്ങിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ മുന്നിൽ വരാൻ കഴിയും എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷനോടൊപ്പം തന്നെ നമ്മൾ ഈ പടത്തലവനെയും വെച്ചിരിക്കുകയാണ്. നികേഷ് സാറിൻ്റെ ഒരു ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എന്താണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് റേറ്റിങ്ങിനെ പറ്റി? ന്യൂസിൽ സാർ ഇത്രയും വർഷങ്ങൾ എല്ലാ കാരണം മലയാളത്തിൽ ഞാൻ പണ്ട് നികേഷോട് സംസാരിച്ച പോലെ ജേർണലിസം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഹിസ്റ്ററി ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. 24 മണിക്കൂർ ന്യൂസ് ചാനൽ എങ്ങനെ വന്നു, അത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടോ? ഞാനത് സാറിനെന്നറിയാം, എന്താ റേറ്റിംഗ് എന്ന ഒരു ന്യൂസ് ചാനൽസിന് റേറ്റിംഗ് വേണോ വേണ്ടയോ? കാരണം അവിടെ മുതൽ ന്യൂസ് ചാനൽസിൻ്റെ ക്വാളിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച്
അല്ല, നമ്മുടെ അഭിപ്രായ content വ്യത്യാസമുണ്ടാകാം. റേറ്റിങ്ങിൻ്റെ മാനദണ്ഡത്തെക്കുറിച്ച് റേറ്റിംഗ് വളരെ അപരിഷ്കൃതമാണ്, റേറ്റിങ്ങിന് വേണ്ടി നമ്മൾ എഡിറ്റോറിയൽ തന്നെ മാറ്റം വരുത്തേണ്ടി വരുന്നു, അതൊന്നും അല്ല ശരിയായ രീതിയിലുള്ള മാനദണ്ഡം, മാർഗം എന്നൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസം പറയാമെങ്കിലും റേറ്റിംഗ് ഇസ് ദ കറൻസി അല്ലേ? അല്ല സാറേ, ഞാനതിൽ എനിക്കൊരു ചെറിയ കാര്യം പറയാം. ഇപ്പം നമ്മൾ നികേഷ് സാറ് റിപ്പോർട്ടർ ചാനൽ റൺ ചെയ്യുമ്പോൾ എടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ റേറ്റിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ മാറുമ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിലും ഒക്കെ കണ്ട് റേറ്റിംഗിൽ താഴേക്ക് വരികയൊക്കെ ചെയ്യും. പക്ഷേ അപ്പോഴും ഇതിൽ പരസ്യങ്ങളുണ്ടായിരുന്നു, റിപ്പോർട്ടറിൽ പരസ്യങ്ങളുണ്ടായിരുന്നു. അത് ഒരിക്കലും നികേഷ് സാറ് പ്രഷറൈസ് ചെയ്ത പരസ്യങ്ങളല്ലല്ലോ. അല്ല, ഞാനത് പിന്നെ എനിക്കതിനകത്ത് 100% ഉറപ്പുണ്ട്. റിപ്പോർട്ടർ ടെലിവിഷൻ ഒരു കാരണവശാലും ഒന്നിനോടും ഇന്നേ വരെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതെ, നമ്മൾ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു പോയിരുന്നത്, ജേർണലിസ്റ്റ് ആക്ടിവിസത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ജേർണലിസ്റ്റ് കരിയറിൽ ഞാനത് മുറുകെ പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ആക്ടിവിസം എന്ന് പറയുന്നത്. ഇനിയും എൻ്റെ ജീവിതത്തിൽ എത്ര ദിവസങ്ങളുണ്ടോ അത്രയും ദിവസങ്ങൾ ഞാൻ ആക്ടിവിസത്തിൽ തന്നെ മുറുകെ പിടിക്കും, ജേർണലിസ്റ്റ് ആക്ടിവിസത്തിൽ തന്നെ മുറുകെ പിടിക്കും. നമ്മളെ കാണുന്ന ആളുകളുണ്ട്, കുറവായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകൾ ഇല്ലാത്തത്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണയിൽ ഒക്കെ ആളുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഒരു പ്രേക്ഷകരുടെ കൊഴിഞ്ഞു പോക്കുണ്ടായിട്ടുണ്ടാവും. പക്ഷേ സത്യസന്ധമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഉദാഹരണത്തിന് പലരും നമ്മളോട് ചോദിക്കുന്നതാണ്, ഒരു ജേർണലിസ്റ്റിക് കരിയറിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രാഷ്ട്രീയ കുടുംബത്തിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ജന്മം മുതൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്. അത് റിപ്പോർട്ടർ ടി വിയിൽ 2016 മുതലുണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എൻ്റെ രാഷ്ട്രീയം. എൻ്റെ രാഷ്ട്രീയം എനിക്ക് ഞാനൊരു പാർട്ടി ആഫീസ് പോലെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വീട്ടിൽ ജനിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ജനിക്കുന്ന അന്ന് മുതൽ എൻ്റെ അച്ഛൻ വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ജേർണലിസത്തിലേക്ക് വന്നത്. പക്ഷേ നിങ്ങൾക്ക് എത്ര കണ്ടത് ജേർണലിസത്തിൽ അത് സ്വാഭാവികമായിട്ടും നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളെ സ്വാധീനിക്കുമെങ്കിൽ തന്നെയും എനിക്ക് റിപ്പോർട്ടർ ടി വിയെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ സാധിക്കും, ഈ ചാനലിലോ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനലിലോ എൻ്റെ രാഷ്ട്രീയം മുൻനിർത്തി ഞാൻ ഏതെങ്കിലും ഒരു വാർത്ത തമസ്കരിക്കുകയോ ഏതെങ്കിലും ഒരു വാർത്ത ഈ ചാനലിൻ്റെ ഈ ഒരു എൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതലായി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇത് സ്വാഭാവികമായിട്ട് ഇത് സ്വാഭാവികമായി പറയുമ്പോൾ സമയത്ത് അല്ല എന്ന് പറഞ്ഞ ആളുകൾക്കൊരു സംശയം ഉണ്ടാവുമല്ലോ. അല്ല, നമ്മൾ ഇന്ന നിലപാടെടുത്തിട്ടില്ലേ, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള വിഷയങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾ ചിലപ്പോൾ പ്രയോറിറ്റി കൊടുത്തിട്ടില്ലേ എന്നുള്ളതാണെങ്കിൽ എനിക്ക് കേരളത്തിലെ പ്രേക്ഷകരെ വെല്ലുവിളിച്ച് പറയാൻ കഴിയും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, അരുൺ, ഞാൻ ഒരു വാർത്ത അവതരിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എഡിറ്ററുടെ കസേരയിൽ ഇരിക്കുന്ന സമയത്ത്, ഞാൻ ഒരു CPIMൻ്റെ അതിഥി എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ആ അതിഥിയോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാതിരിക്കുകയാണ് എങ്കിൽ അതെൻ്റെ പരാജയമാണ് എന്ന നല്ല ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പരാജയപ്പെടാൻ തയ്യാറായിരുന്നില്ല. ഞാൻ ചോദിക്കേണ്ട ചോദ്യങ്ങൾ CPMനോടും കോൺഗ്രസിനോടും BJPയോടും ചോദിച്ചിട്ടുണ്ട്. തർക്കങ്ങളുണ്ടാകാം, ഒരുപക്ഷെ ആ തർക്കത്തിൽ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ കൂടുതലായി എനിക്ക് മറ്റുള്ളവരോട് ചോദിച്ചിട്ടുണ്ടാവും. ആ ചോദ്യം ചിലപ്പോൾ ആ സമയത്ത് വേറൊരു രാഷ്ട്രീയ വീക്ഷണം ഉള്ളവർക്ക് എന്തിനാണ് ഇത്രയധികം ഞാൻ ഈ ആളോട് ഇത്ര തർക്കിക്കുന്നത് എന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഒരു ചോദ്യവും ഞാൻ അവശേഷിപ്പിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു പ്രേക്ഷകന് അങ്ങനെ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതെൻ്റെ വ്യക്തിപരമായ പരാജയം കൊണ്ട് മാത്രമാണ്, അതൊരു എഡിറ്റോറിയൽ തീരുമാനത്തിൻ്റെ പരാജയം കൊണ്ടല്ല. ഞങ്ങൾ ആദ്യം തുടങ്ങിയെടുക്കുന്ന ഒരു നിലപാട് രാഷ്ട്രീയം പറയുമെന്നുള്ള, വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം ഒഴിവാക്കി ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഒരാൾക്ക് വ്യക്തിപരമായ രാഷ്ട്രീയം ഒഴിവാക്കി ജീവിക്കാൻ പറ്റില്ല. പക്ഷേ റിപ്പോർട്ടർ ടി വിയിൽ, ഈ ജേർണലിസ്റ്റിക് ചാനലിൽ, ഈ മാധ്യമ സ്ഥാപനത്തിൽ പിന്നെ പാർട്ടി ഉണ്ടോ, പിന്നെ പൊളിറ്റിക്സ് ഉണ്ടോ, അവരുടെ ഈ പറഞ്ഞ ആംഗിൾ ഏതാണ്, BJPയുടെ അനുകൂലമാണോ, കോൺഗ്രസിന് അനുകൂലമാണോ, CPMന് അനുകൂലമാണോ, CPIയിൽ മത്സരിച്ചവരല്ലേ ഇവർ, ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടി ഈ സ്ഥാപനം എന്ന് എഡിറ്റോറിയൽ ബോർഡ് കൂടാൻ തീരുമാനിച്ചോ അന്നെടുത്ത തീരുമാനമാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള മുഴുവൻ ഡിസ്കഷനും വന്നിട്ടുള്ളത്. ആ തീരുമാനത്തിൻ്റെ
ആ കെട്ടുറപ്പ് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷമാണ്. അതിലെനിക്ക് തോന്നുന്നു അരുൺ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുമായിരിക്കും. ആൻറ്റോ, എല്ലാ മനുഷ്യരുടെയും രാഷ്ട്രീയം അതൊരു വാസ്തവമാണ്. ആരൊക്കെ നിഷേധിച്ചാൽ ഒരു മനുഷ്യൻ എന്നെന്ന് അവനവനോട് സംസാരിക്കുന്നത് നിർത്തി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യനോട് സംസാരിക്കുന്നു, ആ നിമിഷം രാഷ്ട്രീയം ആരംഭിക്കുന്നു എന്നാണ്. പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനമായ തീയറിയും അത് തന്നെയാണ്. രാഷ്ട്രീയം ആരംഭിക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യനോട്. നിങ്ങൾ ഏതു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും അതിലൊരു രാഷ്ട്രീയമുണ്ട്. അതാണ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. അത് ഒരു സമൂഹത്തെക്കുറിച്ചാകുമ്പോൾ, ഒരു രാഷ്ട്രത്തെക്കുറിച്ചാകുമ്പോൾ, ഒരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചാകുമ്പോൾ നിങ്ങളതിനെ പല പേരുകളിൽ വിളിക്കുന്നുവെന്നേ ഉള്ളൂ. ഇവിടെ ഈ എഡിറ്റോറിയൽ ബോർഡിൻ്റെ ഒരു സൗന്ദര്യം പ്രേക്ഷകർക്ക് ഒരു പക്ഷേ അനുഭവവേദ്യമാകുന്നത് വരാൻ പോകുന്ന ഞങ്ങളുടെ ചർച്ചകളിലൂടെയാണ്. നമ്മളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് അത് റിവീൽ ചെയ്യില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് കാണാം. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയം പറയും എന്ന് ക്യാമറയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുക ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ തുറന്ന നിലപാടാണ് സ്മൃതി. അത് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയം CPM-ന്റെ ഏതെങ്കിലും പാർട്ടി പരിപാടിയല്ല, BJP-യുടെ രാഷ്ട്രീയ പരിപാടിയല്ല, കോൺഗ്രസിന്റെ ഔദ്യോഗിക രേഖാപ്രമാണങ്ങളല്ല. പകരം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒറ്റ പുസ്തകത്തിലാണ്. ഈ എഡിറ്റോറിയൽ പോളിസി മുഴുവൻ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഒറ്റ പുസ്തകത്തിലാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഭാരതീയ സംവിധാൻ. ആ ഭരണഘടനയുടെ മൊറാലിറ്റിയാണ് ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പൊളിറ്റിക്കൽ മൊറാലിറ്റി, ഞങ്ങളുടെ സോഷ്യൽ മൊറാലിറ്റി. ആ സോഷ്യൽ മൊറാലിറ്റിക്ക് മുകളിൽ മറ്റൊരു മൊറാലിറ്റിയും ഇല്ല എന്ന് ആർജവത്തോടെ പറയാൻ കഴിയുന്ന ഒരു എഡിറ്റോറിയൽ ടീമാണ്. പക്ഷേ അതിനെ പല രീതിയിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. സുജയ്ക്ക് ദേശീയതയുടെ കാഴ്ചപ്പാടിലൂടെ കാണാം, സ്മൃതിക്ക് അതിനെ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ലെഫ്റ്റ് പെർസ്പെക്റ്റീവിൽ കാണാം, നികേഷ് കുമാറിന് അതിനെ കുറച്ചുകൂടി ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ പ്രസത്തിലൂടെ കാണാം, എനിക്കതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രസത്തിലൂടെയും കാണാം, ആൻഡ്രോയ്ക്ക് മറ്റൊരു രാഷ്ട്രീയത്തിൽ കാണാം, ഉണ്ണി ബാലകൃഷ്ണൻ അതിനെ കുറച്ചുകൂടി സോബറായ മറ്റൊരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ കാണാം. നോക്കൂ, വ്യത്യസ്ത തരം വീക്ഷണങ്ങളുള്ള മനുഷ്യർ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നു എന്നതിനും അപ്പുറം ഈ ചാനലിനൊരു മൂലധനമില്ല. ദിസ് മേക്സ് എ സ്റ്റാൻഡ് ഡിഫറെൻറ്റ്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഒരു ചാനലിന്, ആ ചാനലിൻ്റെ മാനേജ്മെൻറ്റിന്, ആ ചാനലിൻ്റെ മാനേജിങ് എഡിറ്റർക്ക് ഇതേപോലെ ക്യാമറയിൽ നോക്കി പറയാൻ കഴിയുമോ ഞങ്ങൾ രാഷ്ട്രീയം പറയും എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ എന്നുള്ളതാണ്. ദിസ് ഇസ് ദ USB സർ. മാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ ഒരാളടുത്ത് ചോദിച്ച ഒരു രസകരമായ ചോദ്യമുണ്ട്. നിങ്ങളവിടെ അരുണുണ്ട്, നികേഷ് ഓൾറെഡി ഉണ്ട്, സുജയുണ്ട്, സ്മൃതിയുണ്ട്, ഇവിടെയുണ്ട്. ഇവരെ എല്ലാം കൂടെ ഒന്നിച്ച് എങ്ങനെ ഒരു കുടക്കീഴിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. അവരുടെ എല്ലാം വ്യത്യസ്ത കാഴ്ചപ്പാടും വീക്ഷണമുള്ള ആൾക്കാരെല്ലാം കൂടെ നിങ്ങൾ എങ്ങനെ കൊണ്ടുവന്നു. അപ്പം അവർക്ക് പൊതുവെ പുറത്തുനിന്ന് കാണുന്നവർക്ക് അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇത് ഇവരുടെ എല്ലാം അവരുടെ ഏരിയയിൽ ജേർണലിസത്തിൽ അത് എത്രമാത്രം സത്യസന്ധതയോടെയും കമ്മിറ്റ്മെൻറ്റോടെ നിന്നതാണ് ഇവർക്കെല്ലാം അറിയാം. പക്ഷേ ഇവരെല്ലാം കൂടെ ഈ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരെല്ലാം കൂടെ ഒരു മേശക്കടിയിൽ ഇരുന്ന് എങ്ങനെ വയ്ക്കും. നമ്മൾ ഇതിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വളരെ ജെന്യൂനായിട്ട് അതിനെ കൊണ്ടുവന്ന് ആൾക്കാർക്ക് അത് ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇതെങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകണമെന്നുള്ളത്. അപ്പോൾ എനിക്കിരുന്ന ഈ എഡിറ്റോറിയൽ മേലിലെ പല ചർച്ചകളും എനിക്ക് മനസ്സിലായത് അതിനെ വളരെ എന്താ പറയുന്നത് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് ഒരു അതിൻ്റെ വിഷൻ കറക്റ്റായി നമ്മൾ ജഡ്ജ് ചെയ്ത്. എൻ്റെ സാർ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ കാണാത്തൊരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് പുറത്തുള്ളവർക്ക് ഈ സംശയമുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളെല്ലാവർക്കും ഒരുമിപ്പിക്കുന്ന ഒരു ഘടകം എന്നുള്ളത് നമ്മൾ സെക്കുലറായിട്ട് തന്നെയായിരിക്കും നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏതെങ്കിലും ഒരു വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ പ്രതികരിക്കുക, അല്ലെങ്കിൽ അത്തരം വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക, അതുവഴി ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിന് കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടാകും. ആ നിലയ്ക്ക് ഉയരാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു വിഭാഗമുണ്ട്, അങ്ങനെ ഉയർന്നവരുമുണ്ട്, ഈ ചാനൽ രംഗത്ത് തന്നെയുണ്ട്. നമ്മളെന്തായാലും അതിലല്ല, നമ്മൾ സെക്കുലറാണ് എന്ന കാര്യത്തിൽ നമ്മൾ ഒരുമിച്ചാണ്, അല്ലേ? സ്മൃതി പറഞ്ഞതിലേ നമ്മളുടെ എഡിറ്റോറിയൽ ബോർഡിന്റെ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിനകത്ത് ഒറ്റ വാചകം ഈ സ്മൃതി പറഞ്ഞതിന് കൂട്ടിച്ചേർക്കാനാണ്. പഴയ കാലത്തെ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ആ കോൺഗ്രസ് ഒരു അംബ്രല്ലയായിരുന്നു, ഒരു നമ്മളതിനെ പറയുന്ന റെയിൻബോ കൊയിലേഷൻ എന്നാണ്. 7 അഴകുള്ള ആശയങ്ങളുള്ള ഒരു വലിയ രാഷ്ട്രീയമായിരുന്നു, രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് കിട്ടുന്നതിന് മുൻപുള്ള ഒരു ദേശീയ പ്രസ്ഥാനം. അതിൽ സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു, ജനതാദളുകളുണ്ടായിരുന്നു, അതിൽ ക്യാപിറ്റലിസ്റ്റുകളുണ്ടായിരുന്നു, കർഷകരുണ്ടായിരുന്നു, ചെറുപ്പക്കാരുണ്ടായിരുന്നു, വക്കീലന്മാരുണ്ടായിരുന്നു, വ്യത്യസ്ത ആശയങ്ങളുള്ളവരുണ്ടായിരുന്നു. അവരൊരുമിച്ച് നിന്ന് നേടിയ ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ വ്യത്യസ്ത ആശയങ്ങളെ കോൺഗ്രസിന് എത്രമാത്രം പിന്നീട് മുറുകെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയ ചോദ്യമാണ്. പക്ഷേ അംബ്രല്ല കൊയിലേഷൻ എന്നുള്ളത് അതിനുള്ളിലെ തർക്കങ്ങൾ. ഇന്നും കോൺഗ്രസിൻ്റെ അഭിമാനത്തോടുകൂടി പറയുന്നൊരു കാര്യമുണ്ട്, ഗ്രൂപ്പ് ഞങ്ങളുടെ ശക്തിയാണ് എന്ന് പറയുന്നുണ്ട്. അതൊരു അർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ അത് ശക്തിയാകേണ്ടതാണ്.
ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഡെസ്കിന്റെ സ്വഭാവം ആ ഘട്ടത്തിലുള്ള ഒന്നുമായിട്ട് വേണമെങ്കിൽ നമുക്ക് തുലനപ്പെടുത്താവുന്ന ഒന്നാണ് എന്നാണ്. അതാണ് രാഷ്ട്രീയം നമ്മൾ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് രാഷ്ട്രീയം, പിന്നെ ആ രാഷ്ട്രീയം തുറന്നു പറഞ്ഞുകൂടെ എന്നാണ്. എൻ്റെ രാഷ്ട്രീയം ജനാധിപത്യവും മതേതരത്വമാണ്. അതിൽ തുടങ്ങുന്നു, അതിൽ അവസാനിക്കുന്നു. എനിക്കത് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടും. എൻ്റെ രാഷ്ട്രീയം വ്യക്തിയുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംവിധാനത്തിൽ നിങ്ങൾ അതിന് പങ്കാളിയാവുക എന്നതാണ്. അതാണ് ഭരണഘടനയുടെ അടിസ്ഥാനമായ മോട്ടോ, ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അന്തസ്, അവൻ്റെ വർഗം ഏതാകട്ടെ, മതം ഏതാകട്ടെ, ഭാഷ ഏതാകട്ടെ, അവനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നതാണ്. ആ അർത്ഥത്തിൽ ഞാൻ സുജിയോട് ഐക്യപ്പെടുന്ന ഒന്നാണ്. ദേശീയ പ്രസ്ഥാനത്തിനുമായി ഈ രാജ്യത്ത് ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നതിൻ്റെ കാരണം ഈ രാജ്യത്ത് ഇത്രയും സുന്ദരമായൊരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ്. ആൻഡോ, ഇതിനകത്ത് ഞാൻ ഉണ്ണി ബാലകൃഷ്ണനും ഇതൊരു കുറെ കൂടെ യങ്ങറായിട്ടുള്ളൊരു ഗ്രൂപ്പിംഗ് ആണെങ്കിൽ പോലും അതിലെ വൃദ്ധന്മാരാണ് ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ. കേരളത്തിലെ മാധ്യമ രംഗം എന്ന് പറയുന്നത് വലിയ വെല്ലുവിളികളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംവിധാനമാണ് അല്ലേ ഉണ്ണി? ഉണ്ണി കൂടെ ചർച്ചയിൽ ചേരണം. നമ്മൾ വിദേശ രാജ്യത്ത് പോയിട്ടാണ്. നോക്കൂ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം ദൂരദർശൻ അപ്പുറത്തേക്ക് ടെലിവിഷൻ ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഭാഷ മലയാള ഭാഷയാണ്. അതെ, ശശികുമാർ എന്ന് പറയുന്ന ധിഷണാശാലിയായിട്ടുള്ള ആള് ഇങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി അവിടെ ചുരുങ്ങിയ ചെലവിൽ സാറ്റലൈറ്റ് കിട്ടുമെന്ന് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ അമ്മാവനായ ഡോക്ടർ റെജി മേനോനിലൂടെ ഒരു സാറ്റലൈറ്റിലെ സ്പേസ് എടുത്ത് ആദ്യം മോസ്കോയിലും പിന്നീട് ഫിലിപ്പീൻസിലെ മനിലയിലും പിന്നീട് സിംഗപ്പൂരിലും പോയി തത്സമയ വാർത്ത അവതരിപ്പിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ല. അങ്ങനെ തത്സമയ വാർത്ത അവതരിപ്പിക്കുന്നത് മറ്റു ഭാഷകൾ വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കാണുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറ്റു ഭാഷകൾ എന്ന് പറയുന്നത് ഏതാ? തെലുങ്കും കന്നഡയൊന്നും അല്ല ഈ പറയുന്നത്. ഹിന്ദി എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രഭാഷ, ആ രാഷ്ട്രഭാഷയിലെ വലിയ കുത്തകകൾ പോലും ഈ പറയുന്നതിനെ ഇങ്ങനെ നോക്കിക്കാണുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഒരു ആദ്യത്തെ ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽ 3 ഇടങ്ങളിൽ വെച്ച്, ആദ്യം മോസ്കോയിൽ വാർത്ത ഉണ്ടായിരുന്നില്ല, പിന്നീട് മനിലയിൽ വാർത്ത ഉണ്ടായി, അതുപോലെ സിംഗപ്പൂരിലും വാർത്ത ഉണ്ടായി. നമ്മൾ ടീം അംഗങ്ങളിൽ പെടുന്ന ആളാണ്, നമുക്കറിയാം അതിൻ്റെ വെല്ലുവിളികൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യം ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടാകണം എന്ന് കാര്യം ആ ടെലിവിഷൻ ചാനലിൽ തത്സമയ വാർത്ത ഉണ്ടാകണം എന്ന് നിശ്ചയിക്കുകയും ഉറപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വെല്ലുവിളികൾ നേരിടുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മുടെ ഇതെന്നുള്ളത്. പിന്നീട് ആദ്യകാല ടെലിവിഷൻ വാർത്താ ചാനലുകളിൽ അതേപോലെ തന്നെ ശശികുമാറിനെ ഞാൻ എങ്ങനെ വിലയിരുത്തുന്നു അതേപോലെ തന്നെയാണ് ഞാൻ ഡോക്ടർ എം കെ മുനീറിനെയും കാണുന്നത്. ഡോക്ടർ എം കെ മുനീറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ വിഷൻ തുടങ്ങുന്നു. ഇന്ത്യ വിഷൻ തുടങ്ങുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഒരു ന്യൂസ്, നേരത്തെ അനിൽ ചൂണ്ടിക്കാണിച്ച പോലെ നേരത്തെ ഒരു മുഴുവൻ സമയ വാർത്താ ചാനലോ കേരളത്തിൽ OB വാനോ അതിന് മാത്രമുള്ള മാർക്കറ്റ് കേരളത്തിലുണ്ടോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതും ഒരു വലിയ വെല്ലുവിളി മാത്രമല്ല, അത് ഒരു ദുരിതപർവമായിരുന്നു മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. ആ മാധ്യമപ്രവർത്തകരാണ് ഇന്ന് പല ടെലിവിഷൻ ചാനലുകളും നടത്തുന്നതെന്ന് പറയാം. പക്ഷേ ആ ഒരു കാലഘട്ടം അവർ നടന്നു പോയിട്ടുള്ള പാതകളുണ്ടല്ലോ, ആ കനൽ വഴിയിലൂടെ പോയത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇന്ന് 8-9 ടെലിവിഷൻ ചാനലുകൾക്ക് വളരെ സുഗമമായി കോർപ്പറേറ്റുകൾക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റി. കാരണം ഇവരുണ്ടല്ലോ എന്നുള്ളതാണ്. അവിടേക്കാണ് റിപ്പോർട്ടർ TV-യുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇത് ഇവിടെ നിൽക്കേണ്ടതല്ല എന്ന എൻ്റെ ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ഒരു ടെലിവിഷൻ ചാനലിന് ആവശ്യമായിട്ടുള്ള വിഭവ സമാഹരണം നടത്താൻ കഴിയുന്ന ഒരു മാനേജ്മെൻറ്റിന് ഇത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായി നിർവഹിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 300-400 ജേർണലിസ്റ്റുകൾ, അത് വീഡിയോഗ്രാഫേഴ്സ് ആയിട്ടാണെങ്കിലും പോലും മാധ്യമപ്രവർത്തനത്തിൻ്റെ മറ്റു മേഖലകളിൽ പെടുന്നവരായാലും അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു കുടക്കീഴിൽ വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകാൻ എനിക്ക് കഴിയും. കാരണം ഇവരെയെല്ലാം ബോധ്യപ്പെടുത്താൻ ഇതിൻ്റെ മാനേജ്മെൻറ്റിന് സാധിക്കുന്നുണ്ടെങ്കിൽ നാളെ പ്രേക്ഷകരെയും ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഞാൻ ഒരു കാര്യം എനിക്ക് പറയേണ്ടത്, എൻ്റെ 22ാമത്തെ വയസ്സിലാണ് ഞാൻ നികേഷ് കുമാറിനെ കാണുന്നത്. 22, ഞാൻ പഠിച്ചിറങ്ങി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന കാലത്ത് കണ്ട മനുഷ്യനാണ് നികേഷ് കുമാർ. ഇന്ന് എൻ്റെ 34ാമത്തെ വയസ്സാണ്. ഈ 34ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ 12 വർഷം ഞാൻ റിപ്പോർട്ടർ TV-യുടെ നടത്തം കണ്ടയാളാണ്. എങ്ങനെ പിച്ച വെച്ചു എന്നെനിക്കറിയാം, എങ്ങനെ വളർന്നു എന്നറിയാം, എവിടെ വീണു എന്നെനിക്കറിയാം. ഞാൻ ഈ പറയുന്നത് പോലെ ഒരു മനുഷ്യനെ ഒരു മുഖം ക്രിയേറ്റ് ചെയ്ത് ആ മുഖത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആളാണ് ഞാൻ. ഒരു ബിസിനസ്സിലും ഇന്ന് വരെ തകർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ
ഏരിയ മാറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇവിടെ ബിസിനസ് വിജയിക്കുന്നില്ലെങ്കിൽ ഞാൻ വിജയിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവാം, ഞാൻ വിജയിക്കുന്ന കാഴ്ചപ്പാടുകൾ എടുത്തിട്ടുണ്ടാവാം, വിജയിക്കുന്നവരെ നോക്കിയെടുത്തിട്ടുണ്ടാവാം. പക്ഷേ 22ാമത്തെ വയസ്സിൽ ഈ മനുഷ്യനെ കണ്ട് എങ്ങനെയാണ് ഒരു ചാനൽ നടക്കേണ്ടതെന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്ക് ഈ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. നികേഷ് സാറ് പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഈ പറയുന്ന 400 പേരെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ 400 പേര് എന്ന് പറയുന്നത് 4.5 കോടി വരുന്ന ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു സ്റ്റാഫും സാർ ഞാൻ റിപ്പോർട്ടർ TV ഇല്ല സാർ എന്ന് പറഞ്ഞു പോയിട്ടില്ല. റിപ്പോർട്ടർ TVക്ക് ഉണ്ട്, എന്നെ സാർ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ റിപ്പോർട്ടർ TV റീലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞാൻ സമീപിച്ച ഒരാൾ പോലും സാർ ഞാൻ റിപ്പോർട്ടർ TV ഇല്ല എന്ന് പറയില്ല. കാരണം എന്നെക്കുറിച്ച് അറിയുകയോ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയുകയോ ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് അറിയുകയോ ഇതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിനെ കുറിച്ച് അറിയുകയോ എന്നുള്ളതാണ്. സ്മൃതി എനിക്ക് തോന്നുന്നു ആദ്യത്തെ സെലക്ഷനിൽ പെട്ട ആളാണ് സ്മൃതിയോട് ഞാൻ ആദ്യം സംസാരിക്കുമ്പോൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഉള്ളത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യം മുഴുവൻ സ്മൃതി ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 3.5 കോടി ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ സ്മൃതി, അതിന് മുഴുവൻ ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് സാർ ഞാൻ 20-ാം തീയതി ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാട് അത്രയധികം വിശാലമാണ്. അത്രയധികം അതിൽ മെയിൻ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയിൽ നിൽക്കുകയാണ്. അദ്ദേഹം അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, ലീവ് എടുത്ത് ഇറങ്ങുകയാണോ? ലീവ് എടുത്ത് ഇറങ്ങിയാൽ എങ്ങനെയാണ്? എൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം ലീവ് എടുത്ത് ഇറങ്ങുമെന്നുള്ള ലെവലിലാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ അനിലിനോട് പറഞ്ഞു, അരുൺ ലീവ് എടുത്ത് വരാനാണ് സാർ. ഞങ്ങളുടെ ചർച്ച 1 എഡിറ്റോറിയൽ ബോർഡ് തീർന്നു, 2 എഡിറ്റോറിയൽ 3 എഡിറ്റോറിയൽ ബോർഡ് തീർന്നപ്പോഴത്തേക്കും അരുൺ രാജിവെച്ച് എനിക്ക് ആ പ്രൊഫഷൻ വേണ്ട, ഞാൻ മാധ്യമ ലോകത്ത് തിളങ്ങി നിൽക്കാൻ പ്രാപ്തിയുള്ള ആളാണ്, അതിനുള്ളൊരു സ്പേസ് റിപ്പോർട്ടർ TVയിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് മുതിർന്ന എന്താ പറയുക ഒരു ജേർണലിസ്റ്റ് പാരമ്പര്യമുള്ള ആളാണ്. ഏഷ്യാനെറ്റിൽ വരുന്നു, എനിക്ക് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നില്ല, ഏഷ്യാനെറ്റിൽ വരുന്നു, മാതൃഭൂമിയിൽ വരുന്നു, മാതൃഭൂമിയെ നയിക്കുന്നു, 11 വർഷത്തോളം മാതൃഭൂമിയിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ടോ ഈ റിപ്പോർട്ടർ TV വരുമ്പോൾ അതിൻ്റെ വെബ്സൈറ്റിനെ ഞാൻ നടച്ചോളാം എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇന്ന് കേരളത്തിലെ ഏത് മുൻനിര മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇൻഡസ്ട്രിയിൽ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഇൻഫോർമേഷൻ പാസ് ചെയ്തെടുക്കുക, എന്താ ഒന്നും കിട്ടാതെ ഇങ്ങനെ വിരളി പിടിച്ച് ഇങ്ങനെ പിരിപിരിപ്പായിട്ട് നടക്കുമ്പോൾ നികേഷ് വരുണ്ടെങ്കിൽ എന്നാലും ഒരു ചെറിയ ഇതുണ്ടാവുമല്ലോ ഇവിടുന്ന്. ഞാൻ എന്നാലും ഒരില്ല ഇതിൽ ആരാ മോള് ആരാ താഴെ, ഞാൻ 2 പേരും ഒരുപോലെ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിൽക്കാൻ പറ്റും, 2 പേര് ഒരു ലെവലിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഓരോ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇവർ തീരുമാനിക്കുകയാണ്, ഇവരിങ്ങനെ ആയിരിക്കുമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കുന്നവരെ അവരെങ്ങനെ പറയത്തുള്ളൂ. ഇപ്പം നമ്മളിങ്ങനെ ഒരു എഡിറ്റോറിയൽ മീറ്റിംഗ് സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്ന് വളരെ രസകരമായ രീതിയിൽ അതിനെ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഈ ചാനലിൻ്റെ കണ്ടൻറ്റ് പുറത്തേക്ക് വരുന്നതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് ആക്ച്വലി നമ്മളിവിടെ ചെയ്തത്, അതാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ആക്ച്വലി എനിക്കൊന്ന് സുജയ്ക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് നമ്മുടെ ഈ മൊത്തം ചർച്ചയുടെ ഭാഗമായിട്ട്. അത് ഒറ്റ കാര്യം ഞാൻ പറയാം, നമ്മൾ ഇന്നേ വരെ നടത്തിയ ചർച്ചകളുടെ മൊത്തം കണക്കെടുത്ത് നോക്കിയപ്പോൾ 117ാമത്തെ ദിവസമാണ് നമ്മളിത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ ചർച്ച, ഈ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് 117 ദിവസം ഇതേപോലെ പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ കൂടിയിരുന്നുണ്ടാക്കിയ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ റിസൾട്ടാണ്. അത് ഏതെങ്കിലും 1-2 കാര്യമല്ല, എഡിറ്റോറിയൽ പോളിസി മുതൽ ഇതിൻ്റെ സാങ്കേതിക വിദ്യ, സ്റ്റാഫിംഗ് പാറ്റേൺ അടക്കം അത്ര സീരിയസ് ആയിട്ട് എടുത്തൊരു എഫേർട്ടിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഞാൻ സൂചിപ്പിച്ചു വന്നേ. ഓക്കെ, എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒറ്റ കാര്യം, ഇപ്പോൾ ഡോക്ടർ അരുൺ ആയാലും ഷെമി നികേഷ് കുമാർ ആയാലും സ്മൃതി പരുത്തിക്കാടായാലും എൻ്റെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നവരല്ല. അപ്പോൾ പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കോ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് മറ്റ് സാധ്യതകളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും പേർ നിൽക്കുന്നത്, അവരെല്ലാം കൂടി നിങ്ങളെ അങ്ങ് ഒതുക്കില്ലേ? അങ്ങനെ അങ്ങ് ഒതുക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉത്തരം, അല്ലേ ഡോക്ടർ അരുൺ? തീർച്ചയായിട്ടും അങ്ങനെ ഒതുങ്ങി പോകുന്നതോ അങ്ങനെയൊന്നുള്ള ഒന്നല്ല. കാരണം വാർത്തയിലാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒരാളെ പോലും ഒതുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് പൊതുവേ പുറത്തിങ്ങനെ ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നതായിരിക്കും. കാരണം നമ്മളൊക്കെ തമ്മിൽ തല്ലിച്ചാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ പുറത്ത്. അപ്പോൾ അവരോട് കൂടിയാണ് എൻ്റെ ഈ മറുപടി. അതായത് വാർത്തയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കുന്നത് ഭരണഘടനയിലാണ്. ഭരണഘടന ഉയർത്തുന്ന മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഈ എഡിറ്റോറിയൽ പോളിസിയിലോ അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വാർത്തയിലോ ആ രാഷ്ട്രീയം കലർത്താൻ ആരും തുനിഞ്ഞിറങ്ങില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പോയിന്റ്. ഇപ്പം സുജിയ പറഞ്ഞത് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ്. അതായത് വാർത്തയ്ക്ക് നമുക്ക് രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയുമ്പോഴും വാർത്തയിൽ നമ്മുടെ രാഷ്ട്രീയം കലരരുത്. ഇല്ല, ഒരു സംശയമില്ല കാര്യം. അല്ലല്ല, രാഷ്ട്രീയമായി വാർത്തയെ സമീപിക്കരുത്. നമ്മുടെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട് വാർത്ത ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. എല്ലാ വാർത്തയ്ക്കും ആ വാർത്ത ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ട രാഷ്ട്രീയം. അല്ലാതെ രാഷ്ട്രീയമായൊരു നിലപാട് ആദ്യം തന്നെ സ്വീകരിക്കുകയും ആ സ്വീകരിച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ കണ്ടെത്തുകയും വാർത്തകളെ അവതരിപ്പിക്കുകയും വാർത്തകളെ വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് വാർത്തയുടെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ അകന്നു പോകുന്നത്. അതേസമയം വാർത്തയുടെ രാഷ്ട്രീയം പറയുന്ന ഒരു വിട്ടുവീഴ്ച ചെയ്യാനും പാടില്ല. കാരണം എന്താ വെച്ചാൽ ന്യൂനപക്ഷങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്നവരോ ദുരിതങ്ങൾ അനുഭവിക്കപ്പെടുന്നവരോ അങ്ങനെ 150 പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നിൽക്കുന്ന പ്രശ്നങ്ങളോട് നമ്മൾ എടുക്കുന്ന സമീപനം മനുഷ്യത്വപൂർണ്ണമായിരിക്കണം. അത് സാമൂഹ്യ നീതിയിൽ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അത് മതനിരപേക്ഷമായിരിക്കണം. അത് ജനാധിപത്യപരമായിരിക്കണം. എന്തും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് വാർത്തയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് വ്യക്തിപരമായ രാഷ്ട്രീയമല്ല, അത് കക്ഷി രാഷ്ട്രീയവുമല്ല. ആ വാർത്തയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനാണ് റിപ്പോർട്ടർ TV ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നതിന് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വാർത്താ മാധ്യമത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. നിങ്ങൾ വളരെ വിലപിടിപ്പുള്ള പത്രത്തിൽ അച്ചടിച്ചൊരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നു, അത് വായിക്കാൻ ആളുകളില്ല എങ്കിൽ പിന്നെ ആ പത്രം കൊണ്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലോട്ട് വാർത്ത അവതരിപ്പിക്കുന്നു ടെലിവിഷനിൽ, അത് കാണാൻ ആളുകളില്ല എങ്കിൽ പിന്നെ അത് വാർത്താ മാധ്യമമായി നിലനിൽക്കില്ല. മറിച്ച് ജനങ്ങൾ കാണുമ്പോഴാണ് നിങ്ങളൊരു വാർത്താ മാധ്യമമായി തീരുന്നത്. അപ്പോൾ ജനങ്ങളാണ് അതിനകത്ത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അവരോടൊപ്പം നിൽക്കുക, അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതായിരിക്കണം ഒരു വാർത്താ മാധ്യമത്തിൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കുകയും ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുക. അത്തരമൊരു രാഷ്ട്രീയം റിപ്പോർട്ടർ TV മുന്നോട്ട് വയ്ക്കും എന്നാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാൻ ഈ എഡിറ്റോറിയലിൻ്റെ ഭാഗമായിരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ സ്മൃതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സുജയ നേരത്തെ സൂചിപ്പിച്ചതും നികേഷ് കുമാർ ആവർത്തിച്ചതും ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ വ്യക്തമാക്കിയതുമായ ഒരു കാര്യത്തിൽ, പണ്ട് 1780 ഈ ജെയിംസ് അഗസ്റ്റസ് ഹിക്ക് പത്രം തുടങ്ങുമ്പോൾ അതിന് ടാഗ് ലൈൻ ഇട്ടിരുന്നു. നമ്മളത് എഡിറ്റോറിയൽ പോളിസിയുടെ ഭാഗമായി സംസാരിച്ചാണ്. നമുക്ക് ആ ടാഗ് ലൈൻ എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ പലതവണ ആലോചിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ എഡിറ്റോറിയൽ സ്വഭാവത്തിന് പറ്റിയൊരു ടാഗ് ലൈൻ ആയിരുന്നു അത്. ഓപ്പൺ ടു ഓൾ പാർട്ടീസ് ബട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ നൺ. എല്ലാവർക്കും വേണ്ടി തുറന്നു വച്ചിരിക്കുന്നത്, എന്നാൽ ആരാലും സ്വാധീനിക്കപ്പെടാത്തത്. CPM-ന് വാർത്ത ശേഖരിക്കുന്ന കാര്യത്തിലോ വാർത്ത ഈ റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലോ നികേഷ് കുമാറിനെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് എനിക്കുറപ്പുണ്ട്. കാര്യം സ്വാധീനിക്കപ്പെടാത്ത ഒരാളാണ്. ഇതേ കാര്യം എനിക്കുണ്ട്. എന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു സംഘടനയോ കാഴ്ചപ്പാടോ, അത് ഭരണഘടനയുടെ കാഴ്ചപ്പാടല്ലാതെ മറ്റേതെങ്കിലും ഒരു കാഴ്ചപ്പാടോ എൻ്റെ വാർത്താ തിരഞ്ഞെടുക്കലിനെ സ്വാധീനിക്കില്ല. അതെന്നെ തിരഞ്ഞെടുക്കുന്നത്, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വ്യക്തമായി പറഞ്ഞതുപോലെ, നമ്മൾ അദൃശ്യവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ, അവരുടെ കാഴ്ചയെ, കേൾക്കാത്ത മനുഷ്യരുടെ ശബ്ദങ്ങളെ, അതായിരിക്കും നമ്മുടെ പ്രയോറിറ്റി. അതാവണം നമ്മുടെ രാഷ്ട്രീയം എന്നുള്ളതാണ്. അതിലാണ് ഭരണഘടന നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്നത്, അല്ലേ സ്മൃതി? തീർച്ചയായിട്ടും. നമ്മൾ സത്യത്തെ പോലും സംശയത്തോടെ നോക്കിയിട്ടാണ് അതിൻ്റെ ഏറ്റവും പരമമായ സത്യം കണ്ടെത്തുക. ആ നിലയ്ക്കായിരിക്കും നമ്മുടെ മാധ്യമ പ്രവർത്തനം. ഈ ചാനലിനെ സംബന്ധിച്ച്, ഈ ചാനലിൻ്റെ മറ്റ് മാധ്യമ ഹാൻഡിലുകളെ സംബന്ധിച്ച് പ്രമുഖൻ എന്ന വാക്കോ പ്രമുഖ സ്ഥാപനം എന്ന വാക്കോ ഇല്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സാമൂഹികമായി അല്ലെങ്കിൽ അധികാരം കൊണ്ടോ രാഷ്ട്രീയ അധികാരം കൊണ്ടോ സാമൂഹിക അധികാരം കൊണ്ടോ മത അധികാരം കൊണ്ടോ പ്രമുഖരായിരിക്കുന്ന മനുഷ്യരെ അവരുടെ പേര് പറഞ്ഞ് വാർത്തകൾ വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവം പ്രധാനപ്പെട്ട ഒരു മാധ്യമങ്ങൾക്കും ഇല്ല. ചില സാധാരണ മാധ്യമങ്ങൾക്ക് കൂടി, ചില സാധാരണ സാമ്പ്രദായിക മാധ്യമങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നുള്ളതല്ലാതെ പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾക്കെല്ലാം ഈ ഏതാണ്ട് തൊടാൻ കഴിയാത്ത, എത്തിപ്പിടിക്കാൻ കഴിയാത്ത, എന്താ പറയുക, ടച്ച് ചെയ്യാൻ കഴിയാത്ത ഒരു, അല്ല അൺടച്ചബിൾ എന്ന് പറയാൻ പറ്റില്ല,
നിങ്ങൾക്ക് തൊടാൻ കഴിയാത്തത്രയും വലിയ അധികാര കേന്ദ്രമായി നിൽക്കുന്ന മനുഷ്യരെ ഒരു പ്രമുഖൻ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയിൽ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ പറയാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഒരു പ്രമുഖ സ്ഥാപനം എന്ന് പറയുക. കാരണം ഈ സ്ഥാപനങ്ങളുടെയും ഈ പ്രമുഖരുടെയും സമ്മർദ്ദങ്ങൾക്കും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മാധ്യമത്തിന്റെ മാനേജ്മെന്റിനുണ്ടാകുന്നു, മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിനുണ്ടാകുന്നു. ആ വാർത്തകൾ തമസ്കരിക്കപ്പെടുന്നു. അതിന്റെ പേരിൽ അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് ചിലർ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചിലർ കൂടുതൽ കയ്യടികൾ നേടുന്നു. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ കൂടി വളർന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തുറന്ന നിലപാട് സ്വീകരിക്കാൻ റിപ്പോർട്ടറിന് കഴിയും എന്നുള്ളൊരു നിലപാടെടുത്തിട്ടുള്ള മാനേജ്മെന്റ് ആണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അതാണ്. ചിലപ്പോൾ ഇതിനെ മാനേജ്മെന്റിനെ തകർക്കാൻ കഴിയുന്നു വരും, പക്ഷേ ഒരു എഡിറ്റോറിയൽ ടീമിനെ ഒരു ചുക്കും ഈ സ്ഥാപനത്തിന് എതിരെ നടത്താൻ പറ്റില്ല. ഒരു എഡിറ്റോറിയൽ ബോർഡിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാനേജ്മെൻറ്റ് ഈ ബിസിനസ് മാത്രം ചെയ്തു വരുന്നവരായിരിക്കില്ല. അവർക്ക് കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടാവും. അവിടെ പോയി വേറെ ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ പോയി തോണ്ടി ഇതിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും നോക്കാം. അതുകൊണ്ടല്ല ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നത്, അത് കണ്ടുപഠിച്ചത് ഈ നികേഷ് കുമാറിൽ നിന്നാണ്. ഞാൻ ഈ പറയുന്ന ഒരു എഡിറ്റോറിയൽ മാധ്യമ സ്ഥാപനം എങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആവരുത് എന്ന് കണ്ടുപഠിച്ചത് നികേഷ് കുമാറിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഒരിക്കലും ഈ സ്ഥാപനത്തെ വിലയ്ക്ക് വാങ്ങാമെന്ന് ഒരു സ്ഥാപനങ്ങളോ ഒരു പ്രസ്ഥാനങ്ങളോ വിചാരിക്കേണ്ട. അത് നടക്കില്ല എന്നുള്ളത് ഈ മാനേജ്മെൻറ്റിൻ്റെ ഉറപ്പ് മാത്രമല്ല, ഈ എഡിറ്റോറിയൽ ബോർഡിൻ്റെ ഉറപ്പ് കൂടിയാണ്. ഇതിൽ ഒരു പരിധി കടന്ന് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതിൽ ഒരാളുടെ പേര് ഒരു സ്ഥാപനത്തിൻ്റെ പേര് ഉണ്ണിസാറ് പറഞ്ഞതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ പേരിനോട് ഒപ്പം ആ വാർത്ത എഴുതണം, അല്ലെങ്കിൽ വാർത്ത ടെലികാസ്റ്റ് ചെയ്യണമെന്ന് പറയും, ആദ്യം എഴുതുന്നത് ആ സ്ഥാപനത്തിൻ്റെ പേരായിരിക്കും, ആ വ്യക്തിയുടെ പേരായിരിക്കും. ഒരിക്കൽ പോലും റിപ്പോർട്ടർ ടിവിയുടെ ചാനലിലോ വെബ്സൈറ്റിലോ പ്രമുഖൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരില്ല. അതിൻ്റെ കൂടെ ആ പേരും ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടി, ഈ ഇരിക്കുന്ന ഞങ്ങൾക്ക് ശക്തി നൽകാൻ വേണ്ടി ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാരുണ്ട്. ഏകദേശം 400ഓളം ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകളടക്കം. ഇവർ പലകുറി നമ്മളുമായുള്ള സംഭാഷണത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ്, അതിനുള്ള ഉത്തരമാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത്. നമ്മളൊരു വാർത്ത കൊടുക്കേണ്ടി വരുന്നത് ഒരു മതസ്ഥാപനത്തിലെ പ്രമുഖനെതിരെയാണെങ്കിൽ, അയാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാർത്ത പുറത്തെത്തിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ കൊടുക്കുമോ എന്നതായിരുന്നു ഒരു ചോദ്യം. കൊടുത്തിരിക്കും എന്നതാണ് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത്, ആൻറ്റോ ഉറപ്പിച്ചത്. അതൊരു ജുവലറിക്കാരൻ്റെ ആവട്ടെ, അതൊരു ബിസിനസ്സുകാരൻ്റെ ആവട്ടെ, രാഷ്ട്രീയക്കാരൻ്റെ ആവട്ടെ, ആത്മീയ നേതാവിൻ്റെ ആവട്ടെ, അത് സമൂഹത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമോ അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള പവർ പൊസിഷനിലിരിക്കുന്ന ആരുടെയും വാർത്തയോ അവരുടെ വിശേഷങ്ങളോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ നമുക്കൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. അതിനൊരു ഗ്യാരണ്ടിയാണ് ഇപ്പോൾ ആൻറ്റോ പറഞ്ഞ വാക്കുകൾ. അതാണ് ഈ ചാനലിലേക്ക് അല്ല, അത് സാറേ അതൊന്നുകൂടെ ബ്രീഫ് ചെയ്യണം. അതെന്താ വെച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് അത് രണ്ടാമത് ടേക്കപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരാളുടെ പേര് പറയാണ്ടിരുന്ന ചരിത്രമാണ് കേരളത്തിലുള്ളത്, പ്രമുഖെന്നും പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്ത ഒന്നിടപെട്ടാൽ വാർത്താ ചാനലുകൾ വന്നതിന് ശേഷം അങ്ങനെ തമസ്കരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ചില ഉദാഹരണങ്ങളൊന്നും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യ വിഷൻ്റെ ആവിർഭാവത്തോടു കൂടി അങ്ങനെ വാർത്തകൾ തമസ്കരിക്കുക ഒരു വിഭാഗത്തിന് വേണ്ടി, ഒരു നേതാവിന് വേണ്ടി, ഒരു സ്വാധീന ശക്തിയുള്ള ആൾക്ക് വേണ്ടി എന്ന നില അന്യമായിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചില മാർക്കറ്റിംഗ് താല്പര്യങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങനെ വാർത്തകൾ പിൻവലിക്കാറുണ്ട്. അതല്ല സുജയ, വാർത്തകൾ തമസ്കരിക്കാതിരിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ മഹത്വമാണ്, നമ്മുടെ ആരുടെയും മഹത്വമല്ല. കാരണം വെച്ചാൽ ഞാനോ നികേഷോ ഒരു വാർത്ത തമസ്കരിച്ചാൽ അത് നാളെ അരുണോ സ്മൃതിയോ സുജിയോ ഒരു പത്രമോ ഒരു ചാനലോ വാർത്ത തമസ്കരിക്കുന്നത് വഴി ഒരു വാർത്തയും ഇല്ലാതാകാത്ത അതിനകത്ത് ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. പക്ഷേ നമ്മൾ ഒരു പ്രമുഖൻ എന്ന് പറയുകയും ഒരു പ്രമുഖ സ്ഥാപനം എന്ന് പറയുകയും ചെയ്യുകയും മറ്റ് ചില ആളുകൾ അവരുടെ പേരെടുത്ത് പറയുകയും ചെയ്യുമ്പോൾ അപമാനിതരാകുന്നത് നമ്മളാണ്. നമ്മൾ വിലയിരുത്തപ്പെടുന്നതുകൊണ്ട് അങ്ങനെ സാമൂഹികമായി ജഡ്ജ് ചെയ്യപ്പെടുന്നു. മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യം നേരത്തെ രേഖപ്പെടുത്തിയതുപോലെ ഓരോ മനുഷ്യനും മാധ്യമപ്രവർത്തകരായി ജീവിക്കുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവർ വിനിമയം ചെയ്യുന്ന മനുഷ്യരെയോ ഞാൻ കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അവരവരുടെ രാഷ്ട്രീയം പറയുന്നുണ്ട്, അവരുടെ നിലപാട് പറയുന്നുണ്ട്, അവർ തുറന്നു പറയുന്നു എന്നതിലാണ് എനിക്ക് അവരോടുള്ള ആദരവ്. പക്ഷേ നമ്മൾ നിരന്തരം നിരീക്ഷണത്തിലാണ് എന്നുള്ളത്
നമ്മൾ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. നമ്മൾ പറയുന്നത് എന്ത് പണ്ട് പക്ഷേ എൻ്റെ ഒരു അല്ല അരുൺ സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് ഞാൻ നിർത്തിയേക്കാം. അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇനി അങ്ങനെ ഈ കാലഘട്ടത്തിൽ ആരുടെയും പേര് പ്രമുഖൻ എന്ന പേരിൽ ഒളിപ്പിച്ചു നിർത്താൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി മാത്രമേ ചെയ്യൂ. അതെ ആ പോയിന്റ് അതാണ് ഞാൻ അരുൺ സാർ പറഞ്ഞ പോയിന്റിൽ നികേഷ് സാർ ആഡ് ചെയ്തത് വളരെ കറക്റ്റാണ്. ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിസ്കഷൻ കണ്ടുപിടിക്കുന്ന പ്രേക്ഷകർ വേറൊരു രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിവുണ്ട്, ഞങ്ങൾ ആരുടെയും പേര് വിളിച്ചു പറയും. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് അല്ല, ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് അല്ല, ഇത് അല്ലെങ്കിൽ ഞങ്ങൾ വെരിറ്റി ഞങ്ങൾക്ക് ഇതല്ല. സത്യസന്ധമായ ജേർണലിസം ചെയ്യുന്നതിനകത്ത് പേര് പറയാൻ മടിയില്ല എന്നുള്ള ഒറ്റ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അത് ക്ലാരിറ്റിയിൽ പറഞ്ഞു. അല്ലല്ല, അത് വസ്തുത പറയാം. അത് നികേഷ് സാർ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ആ മേഖലയിൽ അദ്ദേഹം അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അത് പേരോ നാടോ ഒന്നും നാടില്ല. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ റിപ്പോർട്ടർ ടി വിയിൽ ഇനി വരുന്ന ഇതിലുണ്ടെങ്കിൽ നമ്മൾ പ്രസ്ഥാനങ്ങളുടെ പേരുകൾ പേരിടുകയും തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഉണ്ണി സാറ് പറഞ്ഞുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ അവിടെ രേഖപ്പെടുത്തുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന പല പത്രങ്ങൾ വായിക്കുന്നില്ല, അതിൽ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇന്ന് കേരളത്തിൽ മുഴുവനായി ഒരു സത്യം അറിയാൻ ഒരു മാധ്യമമില്ല എന്ന് പറയുന്നത് എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ ഈ ചാനലുകളും പത്രങ്ങളെല്ലാം വായിക്കുന്നതാണ്. എനിക്ക് മുഴുവനായിട്ടൊരു പിക്ചർ കിട്ടുന്നില്ല. 3-4 പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആംഗിൾ കിട്ടത്തുള്ളൂ. 3-4 ചാനൽ 5 ചാനൽ കണ്ടെങ്കിൽ ഏതെങ്കിലും ന്യൂസിൻ്റെ എല്ലാ ആംഗിളും എനിക്ക് കിട്ടത്തുള്ളൂ. അതെല്ലാം കൂടെ കിട്ടുന്ന ഒരു വ്യക്തമായ ക്ലാരിറ്റിയുള്ള ഒരു സ്ഥലം ഇന്ന് കേരളത്തിൽ മിസ്സിംഗ് ആണ്. അതിപ്പോൾ അത് എത്ര വലിയ മാധ്യമമാണ്. അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ഞാൻ അവിടെയാണ് ജോയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എന്താണ് അഭിപ്രായ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞത് അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ പേരുകൾ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യമാണ്. അത് ഒരു പക്ഷേ മറ്റു ചില ആളുകൾ വിളിച്ചു പറയുന്നതേ വരാറില്ല. ചില സോഷ്യൽ മീഡിയയിൽ അവിടെ പേര് വന്നേ ഉള്ളൂ. നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന ഈ 400 ജേർണലിസ്റ്റുകളുണ്ട്. ആ ഓരോ ജേർണലിസ്റ്റും നമ്മളെ സംബന്ധിച്ച് വലിയ പ്രോപ്പർട്ടിയാണ്. ഈ സ്ഥാപനം പ്രേക്ഷകർക്ക് കൊടുക്കുന്ന വിസ്മയം എന്തെന്ന് ചോദിച്ചാൽ അത് ടെക്നോളജി മാത്രമല്ല. ഈ 400 ജേർണലിസ്റ്റുകളുടെയും ജേർണലിസ്റ്റിക് പൊട്ടൻഷ്യൽ പ്രേക്ഷകർ അറിയാൻ പോകുന്നത്. ഒരു പക്ഷേ ഇന്ത്യ വിഷൻ വരുന്ന സമയത്ത് കൊണ്ടുവന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു, ഒരു ജേർണലിസ്റ്റിക് സമൂഹം. ഞാൻ ആ കൂട്ടത്തിലുള്ള ഒരാളാണ്. ഞാൻ പരീക്ഷ എഴുതി നികേഷിൻ്റെ മുന്നിൽ വന്ന ഒരാളാണ്. നികേഷ് ഇൻ്റർവ്യൂ നടത്തിയ ആളാണ്. നികേഷിൻ്റെ ടീമിൻ്റെ ഭാഗമായി പരിശീലനം നേടിയ ഒരാളാണ്. അന്ന് കൊണ്ടുവന്ന ഒരു തലമുറയാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അത് എഡിറ്റോറിയൽ ബോർഡിൽ നിയന്ത്രിക്കുന്നത്, അത് ഫീൽഡിൽ നിയന്ത്രിക്കുന്നത്. ഇന്ന് അങ്ങനെയൊരു കൂട്ടർ നമുക്കൊപ്പമുണ്ട്, റിപ്പോർട്ടറിൻ്റെ ഒപ്പമുണ്ട്. അവർ വ്യത്യസ്ത മേഖലകളിൽ ഏറ്റവും പ്രഗത്ഭരാണ്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പ്രഗത്ഭരായ മനുഷ്യർ. ഇതിൽ ഒരാളുടെ പേര് പറയാത്തത് 400 പേരുടെയും പേര് പറയാൻ നമ്മുടെ ഈ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. അതിൽ ക്യാമറാമാൻമാരുണ്ട്, ഏറ്റവും സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെന്ന് മാത്രമല്ല വാർത്താബോധ്യമുള്ള ക്യാമറാമാൻമാർ നമ്മുടെ കൂടെയുണ്ട്, വാർത്താബോധ്യമുള്ള റിപ്പോർട്ടർമാർ നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഏഷ്യാനെറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെ വാർത്താ വിഭാഗം 3 ബ്യൂറോകളിലായിരുന്നു. ഒന്ന് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. പിന്നീട് ഇന്ത്യ വിഷൻ എന്ന വാർത്താ ചാനൽ വന്നത് 14 വാർത്താ ബുള്ളറ്റിൻ 14 ജില്ലകളിലും അതിൻ്റെ ജില്ലാ കേന്ദ്രങ്ങളിൽ ബ്യൂറോകളുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊക്കെ ആദ്യഘട്ടത്തിലൊരു ക്യാമറ കൊണ്ടുപോയി ഒരു നഗരത്തിലൊരു സ്ഥലത്ത് വെച്ചാൽ അതിൽ ഒരു 50 പേര് കൂടും. ഇപ്പോൾ യു ആർ അണ്ടർ ക്യാമറ സർവൈലൻസ് എന്നുള്ള നിലയിലാണ് കേരളം, അല്ലേ? ഒന്നുകിൽ ടെലിവിഷൻ ചാനലുകളുടെ ക്യാമറ, അല്ലെങ്കിൽ CCTV ക്യാമറകൾ, അതല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ജേർണലിസത്തെ കണ്ടത് പോലെ തന്നെയാണ് ഭാഗ്യവശാൽ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ക്യാമറയിൽ നിന്ന് ഒളിച്ചോടാൻ ഇനി ആർക്കും കഴിയാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ ഫലപ്രദമായി കൂർമ്മതയോടുകൂടി ഏറ്റവും സാമൂഹ്യമായ പ്രതിബദ്ധതയോടുകൂടി നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ് എഡിറ്റോറിയൽ. നേരത്തെ ഡോക്ടർ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് എഡിറ്റോറിയൽ ടീമിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണനും അരുണും സ്മൃതിയും സുജയും അനിലും ആൻറ്റോയും ഒക്കെ ഇവിടെ ഇരിക്കുന്നത്, ഞാനും അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നത്. നമുക്ക് പ്രതിനിധീകരിക്കാനുള്ളത് ഈ ചാനലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളെയുമാണ് എന്നുള്ളതാണ്, അല്ലേ? ഈ മുഴുവൻ ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് സ്വാഭാവികമായിട്ടും ഡോക്ടർ അരുൺ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ നമ്മൾ ഭാവിയിലും ഇതേ ഫുട്ടേജ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും. നിങ്ങൾ അന്ന് പറഞ്ഞു
പക്ഷേ ദാ നോക്കൂ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലുള്ളൊരു ഡെല്യൂഷൻ ഉണ്ടായില്ലേ എന്നുള്ളത്. അക്കാര്യത്തിൽ നമുക്ക് വെല്ലുവിളിച്ച് പൂർണ്ണ ബോധ്യത്തോടുകൂടി പ്രതിബദ്ധതയോടുകൂടി എന്ത് പറയാൻ സാധിക്കും? നികേഷ്, ഇത് ചാനൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കും എന്നാഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹത്തെ കിട്ടിയെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം. എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റുള്ള ചാനലുകളിൽ നിന്ന് അവർ നിലപാടെടുക്കുന്നില്ല എന്നെനിക്കൊരു എതിരഭിപ്രായമില്ല. അവർ നന്നായി പണിയെടുക്കുന്നവരാണ്, നന്നായി മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ്. പക്ഷേ റിപ്പോർട്ടറിൽ അവർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒന്നുണ്ട്. അത് നേരത്തെ പ്രമുഖരെന്നൊക്കെ സൂചിപ്പിച്ചതുപോലെ ആരുമാവട്ടെ, അതിലൊരു വാർത്തയുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന ഒരു എഡിറ്റോറിയൽ ടീം ഇവിടെയുണ്ട്. ആ വാർത്തയെ തിരിച്ചറിയാൻ കഴിയുന്ന ഫീൽഡിലെ ബ്യൂറോയിലെ ജേർണലിസ്റ്റുകൾ നമുക്കൊപ്പമുണ്ട്, ക്രെഡിബിൾ ജേർണലിസ്റ്റുകൾ നമുക്കൊപ്പമുണ്ട്. അവരുടെ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കും നികേഷ്. അവർക്കൊപ്പമുള്ള ലൈവ് സംവിധാനങ്ങൾ ആ വാർത്തയെ തത്സമയം നമ്മുടെ റൂമുകളിൽ എത്തിക്കും. അത് നമുക്ക് താമസം വിനാ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയുമുണ്ട്. പിന്നെന്തിന് നമ്മൾ ഭയക്കണം? നമ്മളോടൊപ്പം ഇപ്പോൾ ആൻറ്റോ തുറന്നു പറഞ്ഞു. ആൻറ്റോ ആണ് ഇതിൻ്റെ ഒരു വലിയ പില്ലർ. ആൻറ്റോ ഈ സംവിധാനത്തെ ഈ രീതിയിൽ കെട്ടിപ്പടുത്ത് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഈ വാർത്താ വിനിമയ സംവിധാനത്തെ ഉപയോഗിക്കൂ, നിങ്ങൾ വാർത്തയെ ജനങ്ങൾക്ക് കൊടുക്കൂ. അതിനപ്പുറം എന്ത് അഷുറൻസ് ആണ് നമുക്ക് വേണ്ടത്? നികേഷ്, അരുണും ഈ ഉണ്ണി ബാലകൃഷ്ണനും സുജയും സ്മൃതിയും എല്ലാം നാളെ മൈക്കും പിടിച്ച് ജനമധ്യത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് നികേഷ്. അവിടെ നമ്മൾ സംസാരിക്കുന്നത് അവരുടെ വിഷയങ്ങളാണ്. അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഈ വിഷയം എടുക്കാതെ പോയാൽ. നമ്മൾ ഈ AC മുറിയിൽ ഇരുന്ന് വാർത്ത ചെയ്യാൻ വന്നവരല്ല. അതാണ് പ്രേക്ഷകർ അറിയേണ്ട കാര്യം. നിങ്ങൾ ഞങ്ങളെ കാണുന്നത് ഈ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് തരുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ AR, XR, VR സ്റ്റുഡിയോയിൽ നിന്നല്ല നികേഷ് കുമാറിനെയും അരുൺകുമാറിനെയും സ്മൃതിയും സുജയും പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഈ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് നമ്മൾ പോകും. കാരണം ഇലക്ഷൻ കൈകാര്യം ചെയ്യാൻ റിപ്പോർട്ടറിൽ ഈ ഇരിക്കുന്ന ടീമിനും ഞങ്ങളുടെ ഫീൽഡിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ ജേർണലിസ്റ്റുകൾക്കും കറസ്പോണ്ടൻസുകൾക്കും അല്ലാതെ ഇത്രയും മികച്ച ആധികാരികതയുടെ പ്രേക്ഷകരിലേക്ക് എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വാർത്ത കൊടുക്കാതിരിക്കാൻ കഴിയുക? നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് പോകും നികേഷ്. അവിടെ നിന്ന് അവർ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ നികേഷ് ചോദിച്ചതുപോലെയുണ്ട്. അതുകൊണ്ട് ഓരോ വാർത്തയുടെ തെരഞ്ഞെടുപ്പിലും ആ സൂക്ഷ്മത നമ്മൾ പുലർത്തും. കാരണം വി ആർ ആൻസറബിൾ. നമ്മൾ ഈ എഡിറ്റോറിയൽ റൂമിൽ ഈ മൊബൈൽ ഫോൺ ഓഫാക്കി സോഷ്യൽ മീഡിയ ഓഫാക്കി ഒളിച്ചോടുന്ന മനുഷ്യരല്ല. വി ആർ വിത്ത് ദ പീപ്പിൾ, വിത്ത് ദം. അവർക്കൊപ്പം അവരുടെ ഇടയിൽ നിന്നാണ് നമ്മളുടെ വാർത്ത. അല്ല, നമ്മൾ വ്യക്തിപരമായി പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും കീഴടങ്ങാൻ നമ്മൾ ആരും തയ്യാറല്ല എന്ന് നമ്മൾ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലും നമുക്ക് ഈ നിലയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ നമ്മൾ മുട്ടുമടക്കി അവതരിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊരു ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ വിജയിച്ചേ തീരൂ എന്നുള്ളതാണ്. നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ നെയിം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ USP. സ്വാഭാവികമായിട്ടും അതിൻ്റെ തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ അത് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. നമുക്കിതിനെ ഇതൊരു പ്രാദേശിക ടെലിവിഷൻ മാധ്യമം എന്നുള്ള നിലയിൽ ആൻറ്റോ അഗസ്റ്റിനും അത് കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ സാധിക്കും. നമുക്കൊരു പ്രാദേശിക മാധ്യമം എന്നുള്ള നിലയിൽ നമുക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുന്ന വലിയൊരു മാധ്യമ ശൃംഖലയാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സ്പേസ് എത്രത്തോളം ഉണ്ട്? ഈ നേഴ്സറെ അത് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ന്യൂസ് മാധ്യമം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഈ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഏത് ബിസിനസ്സിനും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതിനെ നമുക്ക് സാമ്പത്തികമായ രീതിയിൽ അതിന് വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് നേരത്തെ പറഞ്ഞ പ്രൊഫഷണലായ രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ പൈസ ഉണ്ടാക്കാനായിട്ട് മാത്രം മീഡിയ മാറ്റാനായിട്ടാണ് ഏതെങ്കിലും മീഡിയ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കത്തില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ലാഭം മാത്രം ഉണ്ടാക്കാനുള്ളൊരു വഴിയല്ല മീഡിയ. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ റിപ്പോർട്ടർ മലയാളത്തിൽ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനതാ പറഞ്ഞത്. നമ്മൾ സിമൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ സിമൻറ്റ് നന്നായിട്ട് ഉണ്ടാക്കണം. നമ്മൾ ന്യൂസാണ് നന്നായിട്ടുണ്ടെങ്കിൽ ന്യൂസ് നന്നായിട്ട് ചെയ്യണം. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് നന്നായിട്ട്. ആ ചെയ്യുന്ന ഡൊമൈനിൽ നമ്മൾ ജെന്യൂനായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വരും, അതിനാവശ്യമായ രീതിയിൽ വരും. നമ്മൾ അത്യാഗ്രഹത്തിലേക്ക് പോകാണ്ടിരുന്നാൽ മതി. അത്യാഗ്രഹത്തിലേക്ക് പോകുമ്പോഴാണ് ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇത് തിരിച്ച് നമ്മൾ വേറെ ഒരു അടുത്ത ഭാഷയിൽ ഒരു ന്യൂസ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ അവിടെയും അതിൻ്റെ സ്പേസ് ഉണ്ടാവും. തമിഴായാലും തെലുങ്കായാലും കന്നഡയായാലും നമ്മൾ അങ്ങനെ ഒരു ന്യൂസ് ശൃംഖല ഇന്ത്യയിൽ നമുക്ക് സാധ്യതയുണ്ട്. നമ്മൾ അതിൻ്റെ കാഴ്ചപ്പാടുകളും കറക്റ്റാണ്. അതൊരു പുതിയ ഹോപ്പ് തരുന്ന ഒരു നെറ്റ്വർക്കായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ യങ്
തലമുറ യങ് ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ഇന്ന് കാണുന്ന ന്യൂസിൽ നിന്നൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. അവർ ഈ ന്യൂസിലേക്ക് ഉൾക്കാമ്പുകളിലേക്ക് പോകുന്നില്ല കാര്യങ്ങളായിട്ട്. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണ് അവരിലേക്ക് ന്യൂസുകൾ പാക്ഡാക്കി പ്രത്യേക ലക്ഷ്യത്തോടെ കൊടുക്കുന്നതുകൊണ്ടാണ്. അവർക്ക് തിരിച്ചറിയാം ഇതെനിക്ക് വേണ്ട കാര്യമല്ല, ഞാനിത് കൺസ്യൂം ചെയ്യുന്നില്ല എന്നവർ പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു തലമുറനെ മുഴുവൻ നമ്മൾ ന്യൂസിനെ കൊമേഴ്സ്യലൈസ് ചെയ്ത് നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത് അവർക്ക് ട്രസ്റ്റുള്ള ഒരു സ്ഥലത്ത് വേണ്ട രീതിയിൽ നമ്മൾ ലോകത്തിലെ കാര്യങ്ങളും നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളൊക്കെ എത്താൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തലമുറയോട് നമ്മൾ ചെയ്യുന്ന വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മളുടെ ഭാഗത്ത്. ഇത് അവർക്ക് അറിയേണ്ട ആവശ്യമാണ്. നമ്മുടെ കാലഘട്ട തലമുറയ്ക്കൊക്കെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ മിസ്സിംഗ് ഫാക്ടർ ഇപ്പോഴും ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ബഹുഭൂരിപക്ഷം മീഡിയകളും ഇത് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഉണ്ണി ബാലകൃഷ്ണൻ ആദ്യത്തെ ദൃശ്യ മാധ്യമ ടീമുകളിൽ ഒരാളായിരുന്നല്ലോ. പിന്നീട് പല ടീമുകളെയും ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഏഷ്യാനെറ്റിലായാലും മാതൃഭൂമിയിലായാലും. ഇപ്പോൾ റിപ്പോർട്ടറിലേക്ക് എത്തുമ്പോൾ ഈ പുതിയ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, പുതിയ തലമുറ ഈ പറയുന്ന വാർത്തയിൽ നിന്ന് തന്നെ, വെറും ടെലിവിഷൻ മാധ്യമത്തിൽ നിന്നല്ല, പത്രങ്ങൾ വായിക്കുന്നത് പോലും കുറവാണ് എന്നുള്ളത്. അവർ വേറെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അവർക്കാവശ്യമുള്ള വാർത്തകൾ അറിയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സങ്കേതം രൂപീകരിച്ചിട്ടുണ്ടെന്നൊക്കെയാണല്ലോ പരാതി അവരെക്കുറിച്ചുള്ള. ഈ പുതിയ തലമുറ ജേർണലിസ്റ്റുകളെ ആ നിലയിൽ അവർക്കും ഈ പറയുന്ന രീതിയിൽ വാർത്തയോടൊരു അകൽച്ചയുണ്ടോ? എങ്ങനെയാണ് നമുക്ക് ഒരു പുതിയ തലമുറയിലേക്ക് അവരുടെ ഭാഷയിൽ ഇറങ്ങിച്ചെല്ലാനാവുക? ഈ വാർത്തയുടെ കാര്യത്തിൽ ഒരു വാർത്തയെ എത്രമാത്രം വാർത്തകൾ കാണുന്നു, എത്ര സമയം വാർത്ത മനസ്സിലാക്കാൻ വേണ്ടി ചിലവഴിക്കുന്നു എന്ന കാര്യത്തിലൊക്കെ ഭിന്നതയുണ്ടെങ്കിലും പ്രായഭേദമന്യേ വാർത്തയോട് ആഭിമുഖ്യമുള്ളൊരു സൊസൈറ്റിയാണ് നമ്മുടേത്. ഇപ്പം ഞാൻ ഈ പുതിയ തലമുറയിലെ ആളുകൾ പത്രം വായിക്കുന്നില്ല എന്നതുകൊണ്ട് അവർ ഇൻഫോംഡ് അല്ല എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. പുതിയ തലമുറയിലെ ആളുകൾക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ചുറ്റുപാട് നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. പക്ഷേ ആ ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകാലങ്ങളിൽ ആളുകൾ അതിനെ വിശകലനം ചെയ്യുന്ന ആഴത്തിലൊക്കെ പുതിയ തലമുറ വിശകലനം ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. പക്ഷേ വാർത്തയോടൊരു ആഭിമുഖ്യമില്ലായ്മ എന്ന് പറയുന്നത് ഒരു സ്വഭാവമായി വികസിച്ചു വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, വാർത്താഭിമുഖ്യമുള്ള ഒരു തലമുറ ഈ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് എല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം പകരുന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് കേരളത്തിലെ ഒരു വാർത്തയോട് ആഭിമുഖ്യമുള്ള തലമുറ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ വളരെ വളരെ ഗൗരവത്തോടെ വാർത്താ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. പക്ഷേ ആ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ രൂപപ്പെടുത്തുകയും ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ഒരു വലിയ ശതമാനമുണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ തന്നെ പുതിയ തലമുറയിൽ നിന്നുള്ള വരവ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങളായിട്ടോ വ്യക്തികളായിട്ടോ ഒക്കെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അവരെ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയും വാർത്താബോധ്യമുള്ളവരാക്കി മാറ്റുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം പുതിയ മാധ്യമങ്ങൾക്കും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളെ സാമൂഹികമായി ഒന്നിപ്പിച്ചെടുക്കണമെങ്കിൽ അതിന് സവിശേഷമായൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന, ഒരിക്കൽ എന്താ പറയുക, ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയമായ നിലപാടുകളില്ലാത്ത പുരോഗമനാത്മകമായ നിലപാടോടുകൂടിയ രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് അവരെ അത്തരം നിലപാടുകൾ എടുക്കുന്ന മാധ്യമങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് എന്തെങ്കിലും അല്ല, ഞാനതൊരു ചോദ്യമായിരുന്നു കേട്ടോ. ഇതൊരു വലിയ ഉത്തരവാദിത്തമല്ലേ അരുൺ? ഈ വിട്ടുപോയിട്ടുള്ള ആളുകളെ അവരുടെ രീതിയിലാണെങ്കിൽ പോലും വാർത്തയിലേക്ക് കൊണ്ടുവരിക, ഒരു സാമൂഹ്യ അവബോധം, രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പഴയ തലമുറയിലെ ജേർണലിസ്റ്റുകളുടെ ഉത്തരവാദിത്തമല്ലേ? ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, കേരളത്തിൻ്റെ മാധ്യമ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടങ്ങളിലും ആ മാധ്യമങ്ങളുടെ പത്രാധിപന്മാർ നടത്തിയിരുന്നത് ഇത്തരമൊരു മീഡിയ ലിറ്ററസി സമൂഹത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1880-കളുടെ പകുതിയോടുകൂടി തുടങ്ങുന്നൊരു മാധ്യമ സംസ്കാരം കേരളത്തിനുണ്ട്. അത് രാജ്യസമാചാരം മുതൽ അത് മതപരമായ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നീട് കേരള മിത്രത്തിലേക്കൊക്കെ എത്തുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം എത്തി പിന്നീട് അത് ഭാഷാപോഷണിയിലേക്കൊക്കെ സാഹിത്യ രൂപത്തിൽ വ്യാപരിക്കുന്നൊരു കാലഘട്ടമുണ്ട്. അവിടേക്കാകുമ്പോഴേക്ക് അതിൻ്റെ ടാസ്കും അതിൻ്റെ പർപ്പസും മാറണം. ആ തലമുറയിലെ വായിക്കുന്ന മനുഷ്യരെ ഒരു പുതിയ മാധ്യമ സംസ്കാരം പഠിപ്പിച്ചത് ഈ 1880-കൾക്ക് ശേഷമാണ്. 1880 വരെ അത് ഒതുങ്ങി നിന്നത് ക്രിസ്ത്യൻ മിഷണറിമാരിലാണെങ്കിൽ അതിന് ശേഷം വരുന്നത്
1980-കൾക്ക് ശേഷം വരുന്നത് ആ ടാർജറ്റിലാണ്. അതാണ് ആദ്യത്തെ ടാസ്ക്. പിന്നെ നടക്കുന്നത് നോക്കൂ, 1910-കൾ കഴിഞ്ഞുകൂടി രാഷ്ട്രീയമായി തീരാണ്. അവിടെ മാധ്യമങ്ങൾ അതിനെ ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വരുന്നത് 1980-കൾക്ക് ശേഷം ദൃശ്യമാധ്യമം, ടെലിവിഷൻ എന്ന് പറയുന്നൊരു ഫോമാറ്റ് പഠിപ്പിക്കുന്നുണ്ട്. 93-ന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്വമേ മാറി. അതിന് എൻ്റർടൈൻമെൻറ്റ് വരുന്നു, ന്യൂസ് വരുന്നു. ഇവിടെ ഇപ്പോൾ രസകരമായൊരു കണക്കുണ്ട് നികേഷ്. 7% ആളുകളാണ് മൊത്തം ടെലിവിഷൻ വ്യൂവേഴ്സിൽ ന്യൂസ് കാണുന്ന മനുഷ്യർ. ഇന്ത്യയിലെ മൊത്തം ടെലിവിഷൻ ലാൻഡ്സ്കേപ്പിൽ കിടക്കുന്നത് 7% ന്യൂസ് കാണുന്നവർ. പക്ഷേ 7% വളരെ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കുന്ന മനുഷ്യരാണ്. പക്ഷേ 43% മൊത്തം ചാനലുകളിൽ 43% ന്യൂസ് ചാനലാണ് എന്നതാണ്. ഞാനത് പൂർത്തിയാക്കാം. എന്ന് പറഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങളുമായിട്ടുള്ള കണക്റ്റ് ഒപ്പീനിയൻ മേക്കേഴ്സായ ജനങ്ങൾക്കിടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ ഇപ്പോഴും ആ സ്വാധീനമുണ്ട്. പക്ഷേ ആ സ്വാധീനം, അവർ നിരന്തരമായി ടെലിവിഷൻ കാണുന്നവരല്ല. ഒരു പക്ഷേ ടെലിവിഷൻ്റെ പല ഭാഗങ്ങളിൽ നടത്തിയെടുത്ത ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ട് ആ ടെലിവിഷൻ മാധ്യമത്തിലേക്ക് വന്ന് വളരെ പെട്ടെന്ന് തിരിച്ചു പോകുന്നത്. അവർ വളരെ എൻഗേജ്ഡാണ്. 10 മണി വരെ എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മൾ രാത്രി 8 മണിക്ക് ചർച്ച ചെയ്യുന്നത്. അവർ 10 മണി കഴിഞ്ഞിട്ടാണ് അവർ ഒരുപക്ഷേ അവരുടെ മൊബൈൽ ഫോണിൽ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. പക്ഷേ പൗരത്വ വിഷയമുണ്ടാകുമ്പോൾ, ലക്ഷദ്വീപ് വിഷയമുണ്ടാകുമ്പോൾ, കേരളത്തിൽ ഓരോ തവണയും പൊളിറ്റിക്കലായി PSC തട്ടിപ്പ് വിഷയമുണ്ടാകുമ്പോൾ, കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമ്പോൾ, കർഷക ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാകും, പല ഘട്ടങ്ങളിലും വന്നു പോകുന്നൊരു സമൂഹമാണ്. അവരപ്പോഴും വാർത്ത അറിയാൻ ടെലിവിഷൻ മാധ്യമങ്ങളിലേക്ക് വരുന്നുണ്ട്, അവർ പ്രതികരിക്കുന്നുണ്ട്. ആ ഒരു 7% എല്ലാ ദിവസവും 7% എന്ന് പറയുകയാണെങ്കിൽ തന്നെയും ഞാൻ വിചാരിക്കുന്നത് ലോകാവസാനം വരെ ഈ തത്സമയ ടെലിവിഷൻ ചാനൽ അല്ലെങ്കിൽ തത്സമയ ബ്രോഡ്കാസ്റ്റിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. പകരം ഒന്നും സാധ്യമല്ലല്ലോ. നിങ്ങളുടെ മുന്നിലേക്ക് തത്സമയ ദൃശ്യങ്ങൾ വരിക, നിങ്ങളുടെ മുന്നിലേക്ക് തത്സമയ വാർത്തകൾ വരിക, വിഷ്വൽസ്, ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊന്നുമില്ല. അതിൻ്റെ ടെക്സ്റ്റ് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊന്നുമില്ല. സ്വാഭാവികമായിട്ടും അനാലിസിസും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയും അതിന് വേറെ ചില രൂപാന്തരങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചു. ഈ പറയുന്ന വാർത്തകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, ഇവൻറ്റ്സ്, ഇതൊക്കെ തന്നെയും നമ്മുടെ മുന്നിൽ തത്സമയം വരുന്നതിനെ വേറെ എന്തു വെച്ചാൽ റീപ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ വസ്തുത ടെക്സ്റ്റായി വന്നല്ലേ തീരൂ. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാതിരിക്കുന്ന ഘട്ടത്തിൽ, അത് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ 7% മാത്രമേ ഇതിനകത്തുള്ളൂ എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അല്ല, ഇപ്പം നോക്കുന്നു ശേഷം ഇപ്പം നമ്മുടെ ഈ കാലഘട്ടം അടയാളപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ നമ്മൾ 70-കളിൽ ജനിച്ച സമയത്ത് നമുക്ക് പത്രമായിരുന്നു നമ്മുടെ മാധ്യമം എന്ന് പറയുന്നു. അതിനുശേഷം 80-കളുടെ അവസാനത്തോടുകൂടി ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമം കേരളത്തിലെമ്പാടും ശക്തമാകുന്നു. നമ്മൾ ടെലിവിഷൻ പ്രേക്ഷകരാണ്. അന്ന് ഒരേ സമയം തന്നെ നമ്മൾ പത്രത്തിൻ്റെ വായനക്കാരുമാകുന്നു, ടെലിവിഷൻ്റെ പ്രേക്ഷകരുമാകുന്നു. ഇന്ന് നമ്മൾ ആധുനിക കാലഘട്ടം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൻ്റെ മാധ്യമമായിട്ട് വികസിച്ച് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതാണ്. സമൂഹ മാധ്യമം എന്ന് പറയുന്നത് അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. സമൂഹ മാധ്യമത്തെ നിന്നും നമ്മൾ അറിവുകൾ സമ്പാദിക്കുന്നു എന്നതിനെ ഒരു കുറവായി നമ്മൾ കാണേണ്ടതില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൻ്റെ മാധ്യമം സമൂഹ മാധ്യമമാണെന്നുള്ളതാണ്. പത്രത്തിൽ വായിച്ചാൽ മാത്രമേ ഒരു കാര്യം അറിയാൻ കഴിയൂ, അല്ലെങ്കിൽ ടെലിവിഷനിൽ കണ്ടാൽ മാത്രമേ ഒരു കാര്യം അറിയാൻ കഴിയൂ, അങ്ങനെ മാത്രമേ കാര്യങ്ങളെ ബോധ്യപ്പെടാൻ കഴിയൂ എന്നുള്ള നമ്മുടെ തലമുറാ സങ്കല്പത്തെ ഭേദിച്ചുകൊണ്ട് ഒരു പുതിയ സാങ്കേതികവിദ്യ രംഗത്തേക്ക് വരുന്നു. പുതിയ സാങ്കേതികവിദ്യ രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ അനുവാചകരെ, അതിൻ്റെ പ്രേക്ഷകരെ സൃഷ്ടിക്കും. അപ്പോൾ സമൂഹ മാധ്യമം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായി മാറിക്കഴിഞ്ഞു. ടെലിവിഷൻ ഉണ്ടാക്കാൻ കഴിയാത്ത സ്വാധീനം, പ്രിന്റ് മീഡിയയ്ക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത സ്വാധീനം സമൂഹ മാധ്യമങ്ങൾക്ക് കേരളത്തിലും എന്നല്ല ലോകത്തെവിടെയും ഒരു തെരഞ്ഞെടുപ്പിനെയോ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുക എല്ലാ കാര്യത്തിലും, നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനമാണെങ്കിലും അല്ലെങ്കിൽ ഏകാധിപത്യ സംവിധാനമാണെങ്കിലും ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സംവിധാനമാണെങ്കിലും അതിനെയൊക്കെ നിലനിർത്തുന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ന് സമൂഹ മാധ്യമങ്ങളാണ്. അവിടെയാണ് ഒപ്പീനിയൻ മേക്കിംഗ് നടക്കുന്നത്. ആ മേഖലയിൽ വസ്തുതാപരമായി ഇടപെടാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ ഒരു വ്യവസ്ഥ എപ്പോഴും നിലനിൽക്കുന്നത് വ്യക്തികളായിട്ട് ഇങ്ങനെ നിങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കൂട്ടായ്മ ഉണ്ടാവില്ല. ഒരു കൂട്ടായ്മ ഉണ്ടാകാത്തിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, അത് ഏത് തരത്തിൽ ഏത് വിഭാഗങ്ങൾക്ക് വേണമെങ്കിലും ആധിപത്യത്തിലേക്ക് വരാനും അവരുടെ ആധിപത്യം നിലനിർത്താനും കഴിയും. നിങ്ങളിങ്ങനെ വ്യക്തികളാക്കി നിലനിർത്തുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത്, എപ്പോഴും ചെയ്യുന്നത്. അതിനൊരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയും നിങ്ങളൊരു സാമൂഹ്യ ജീവിയാണെന്നും നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയേണ്ടതിൻ്റെയും അത് പരിഹരിക്കാനുമുള്ള ഉത്തരവാദിത്വമുണ്ടെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരു മാധ്യമ പ്രവർത്തനമാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. അതിന് ഏറ്റവും നല്ല മേഖല എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലേക്കും എത്താൻ കഴിയുന്ന ഈ പറയുന്ന സമൂഹ മാധ്യമം എന്ന് പറയുന്നതാണ്. ആ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വലിയൊരു വെല്ലുവിളിയായിട്ട് നേരിടുന്നത്. ഇന്ന് ഏറ്റവും ദുഷിച്ച ഒരു പ്ലാറ്റ്ഫോമായിട്ട് അത് മാറിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ
സമ്മതിച്ചേ പറ്റും. അതൊരു പരദൂഷണം പറയുന്ന, ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന, ഏറ്റവും പിന്തിരിപ്പനായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു അതിനൊരു നല്ല മാധ്യമമാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. എനിക്കൊന്ന് നമുക്ക് ലാസ്റ്റിൽ ഒറ്റ ഇടപെടൽ കൂടി നിർത്താൻ തോന്നും. നമ്മുടെ മറ്റൊരു സ്ട്രെങ്ത്, നമ്മുടെ ഈ എഡിറ്റോറിയൽ റൂമിൽ രണ്ട് സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. അതിലൊരാൾ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ഈ ചാനലിൻ്റെ മുഴുവൻ വാർത്താ സംവിധാനങ്ങളും കടന്നു പോകുന്നത് സ്മൃതിയുടെ കൈകളിലൂടെയാണ്. എന്നെ അതിൽ അത്ഭുതപ്പെടുത്താൻ, അതിൽ ക്രിയാത്മകമായ എഡിറ്റോറിയൽ ബോർഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 2 സ്ത്രീകൾ നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളത് ചെറുതല്ലാത്ത ഒരു ഊർജം കൂടിയാണ് അർത്ഥത്തിൽ. അതായത് സ്ത്രീവിരുദ്ധമായ ഒരു വാർത്ത ഇവിടെ പോവില്ല. ക്രിസ്റ്റൽ ക്ലിയർ. വലിയ എന്തായിരുന്നു ഇതാണ് പുരുഷവിരുദ്ധവും പോവില്ല. അല്ല, ഓരോരുത്തരിൽ നമ്മുടെ ബോർഡ് തന്നെ ഫെമിനിസ്റ്റാണ്. എഡിറ്റോറിയൽ ബോർഡിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നതും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ മനോഹരമായ നോട്ടിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു. വളരെ വിശദമായ ഒരു ചർച്ചയാണ്. എന്തായിരിക്കും റിപ്പോർട്ടർ TV, എങ്ങനെയുള്ള വാർത്താ സമീപനമാണ് റിപ്പോർട്ടർ TV സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏതാണ്ട് 2 മണിക്കൂർ നീണ്ടുന്ന വളരെ വിശദമായ ഒരു ചർച്ചയാണ്. ചർച്ച എന്ന് പറഞ്ഞൊരു സംഭാഷണമാണ്, പ്രേക്ഷകരുമായൊരു സംവാദമാണ് ഇവിടെ നടന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാ ആളുകളും വളരെ വ്യക്തതയോടുകൂടി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിനകത്തൊരു കൺക്ലൂഷൻ ആവശ്യമില്ല. പക്ഷേ മൊത്തത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയ, സാമൂഹിക നീതിയിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഈ 2 മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം, അതിന് തടസ്സങ്ങളായി യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സമ്മർദ്ദങ്ങളും അങ്ങനെ തടസ്സങ്ങളായി രൂപപ്പെട്ടു വന്നാൽ അതിന് വഴങ്ങാതിരിക്കുന്ന, അതിനെ എതിർത്തുകൊണ്ട് അഗ്രസീവായി ആക്ടിവിസ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ചാനൽ, ആ ചാനലിനെയാണ് അങ്ങനെ ഒരു ചാനലായിരിക്കുമെന്നുള്ള ഒരു വ്യക്തതയാണ് നമ്മൾ ഈ സംഭാഷണത്തിലൂടെ വരുത്തിയിരിക്കുന്നത്. ആ ആശയമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളൊരു മാധ്യമ പ്രവർത്തനമായിരിക്കും വരും ദിവസങ്ങളിൽ റിപ്പോർട്ടർ TV കേരളത്തിലെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക. എല്ലാവർക്കും നമസ്കാരം.